ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടോ? എന്താണ് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ പരാതികൾ? പ്രശാന്തനെതിരെ അന്വേഷണം ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? തുടരന്വേഷണ ആവശ്യം എന്തുകൊണ്ട്? രക്ഷിക്കാൻ നോക്കിയോ സിസ്റ്റം? സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികൾ അഡ്വക്കേറ്റ് അനിൽ പി നായർ, നവീൻ ബാബുവിന്റെ ബന്ധുവാണ് അദ്ദേഹം. ശ്രീ BN ഹസ്കർ, ഇടത് സഹയാത്രികൻ. ശ്രീ VV രാജേഷ്, BJP-യിൽ നിന്ന്. ശ്രീ റിജിൽ മാക്കുറ്റി, കോൺഗ്രസിൽ നിന്ന്. അഡ്വക്കേറ്റ് അനിൽ പി നായർ, അങ്ങേക്ക് എന്നെ കേൾക്കാമോ? അഡ്വക്കേറ്റ് അനിൽ പി നായർ, ഈ വിഷയത്തിൽ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം അടക്കം ആവശ്യപ്പെട്ടിരുന്നു ഒരു ഘട്ടത്തിൽ, പക്ഷേ അതുണ്ടായില്ല. ഇപ്പോൾ ഈ കുറ്റപത്രവുമായി ബന്ധപ്പെട്ട് അന്വേഷണവുമായി ബന്ധപ്പെട്ടൊക്കെ വ്യാപകമായ പരാതി ബന്ധുക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. തുടരന്വേഷണം എന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയാണ്. അന്വേഷണത്തിലെ പിഴവുകൾ അക്കമിട്ട് പറഞ്ഞുകൊണ്ടാണ് ഹർജി നൽകിയിരിക്കുന്നത്. എങ്ങനെയാണ് ഈ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്ന തോന്നലുണ്ടാകുന്നത്? എന്തൊക്കെ പിഴവുകളുണ്ടായി എന്നുള്ളതാണ് നവീൻ ബാബുവിന്റെ ബന്ധുക്കൾ, കുടുംബമടക്കം മനസ്സിലാക്കുന്നത്. CBI അന്വേഷണം എന്ന ആവശ്യം അത് അനുവദിക്കപ്പെടാതെ പോയത് സർക്കാരിൻ്റെ പിടിവാശി മൂലമാണ്. ഞങ്ങൾ തന്നെ അന്വേഷിച്ചുകൊള്ളാം, അതിലേക്ക് മറ്റാരും അന്വേഷിക്കാൻ വരണ്ട, ഞങ്ങൾക്കതിനുള്ള പ്രാപ്തിയുണ്ട്, ഞങ്ങളെ തന്നെ അന്വേഷിക്കാൻ അനുവദിക്കണം എന്ന സർക്കാർ അഭിഭാഷകൻ്റെ സത്യവാങ്മൂലം, അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ സത്യവാങ്മൂലത്തെ പരിഗണിച്ചുകൊണ്ടാണ് കേരള പോലീസിനെ വിശ്വാസത്തിലെടുക്കാതിരിക്കരുത് എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് CBI അന്വേഷണം എന്ന ഒരു ആവശ്യം ബഹുമാനപ്പെട്ട കോടതി അനുവദിക്കാതിരുന്നത്. ഒരു നിഷ്പക്ഷമായ അന്വേഷണം സമൂഹം പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അതിനെ അനുവദിക്കാതിരിക്കാൻ, അല്ലെ അതിനെ എതിർക്കേണ്ട കാരണം ഒരു ജനാധിപത്യ സർക്കാരിനും ഇല്ല എന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. പിന്നെ കേസിൻ്റെ അന്വേഷണ റിപ്പോർട്ട്, ഫൈനൽ റിപ്പോർട്ട് ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ്. പോലീസിനെ സംബന്ധിച്ചോളം ബുദ്ധികൂർമ്മതയും കൗശലവും വേണ്ടിയവരാണ്. ബുദ്ധിപരമായ അന്വേഷണം, കൗശലപൂർവമായ അന്വേഷണം അത് പ്രതികളെ ട്രാപ്പ് ചെയ്യാനായാലും പ്രതികൾക്കെതിരെ തെളിവ് കണ്ടെത്താനായാലും അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. അത് കേരള പോലീസിന് ആവോളമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു കുറ്റപത്രമാണ് ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ളത്. ബുദ്ധിപൂർവ്വവും കൗശലപൂർവ്വവും അന്വേഷിച്ചതാണ്, പക്ഷേ അതിൽ വിയോജിപ്പുകളുണ്ട് അല്ലേ? അങ്ങനെയല്ല. പോലീസിന്റെ കഴിവും കൗശലവും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കുറ്റാരോപിതയെ ഈ കുറ്റപത്രത്തിൽ നിന്ന്, അവർ തന്നെ ഫയൽ ചെയ്ത കുറ്റപത്രത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയെടുക്കണമെന്ന ഉദ്ദേശത്തിലാണ്. കാരണം 108 BNS ആണ് ഇതിനകത്ത് കുറ്റപത്രത്തിൽ ഒരു പ്രതിക്കെതിരെ മാത്രം കൊടുത്തിരിക്കുന്നത്. ആത്മഹത്യാ പ്രേരണ. ആ ആത്മഹത്യാ പ്രേരണയ്ക്ക് പിന്നിൽ ഒരുപാട് പേരുടെ കണക്കൂട്ടലുകൾ ഉണ്ടായിരുന്നു, കൈകടത്തലുകൾ ഉണ്ടായിരുന്നു. പ്രതിയായിട്ട് ഒരാൾ മാത്രം അവതരിപ്പിക്കപ്പെട്ടു. അതേസമയം ഇവിടെ പ്രതി ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ ശ്രദ്ധിക്കണം, ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള കൊലപാതകമല്ല ഇത്. ജീവിതത്തിലെ ഉടനീളം സത്യസന്ധനായിരുന്ന ഒരു വ്യക്തിയെ ഒരു വിഷലിപ്തമായ ആരോപണത്തിലൂടെ, ഒരു നീചമായ അഴിമതി ആരോപണത്തിലൂടെ ആദ്യം മാനസികമായി തളർത്തുക എന്നൊരു സംവിധാനമാണ് ചെയ്തത്. അതിൽ ഒടുങ്ങിയില്ല പക, അത് നാട് മുഴുവൻ പ്രചരിപ്പിച്ചു. അങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കിയ ശേഷം മരണത്തിൻ്റെ ആദ്യഘട്ടം ഉറപ്പാക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഈ സാഹചര്യത്തിൽ ഒരു ശരിയായ അന്വേഷണം നടത്തേണ്ട സ്ഥാനത്ത് ഈ അഴിമതി ആരോപണം തന്നെ ഒരു വസ്തുതാപരമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് തോന്നിക്കത്തക്ക വിധമുള്ള വ്യാജമൊഴികളോടുകൂടിയാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ ഭയം, ആ അപ്രിഹെൻഷൻ, ഒരു സാധാരണക്കാരൻ്റെ വിശ്വാസം, അതായത് നിഷ്പക്ഷമായ അന്വേഷണം നടന്നില്ലെങ്കിൽ പ്രതികൾ ഇതിനകത്ത് വെറുതെ വിട്ടു പോകും, ഇന്നല്ലെങ്കിൽ നാളെ. യഥാർത്ഥ പ്രതികളെല്ലാം ബഹുമാനപ്പെട്ട നീതിപീഠത്തിൻ്റെ മുമ്പിൽ എത്തുകയില്ല എന്ന ഞങ്ങളുടെ ഭയം ഇന്ന് അത് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അഡ്വക്കേറ്റ് അനിൽ പി നായർ, എന്തിനാണ് പോലീസ് അങ്ങനെ ചെയ്യുന്നത്?
എന്തിനാണ് പോലീസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഞങ്ങൾ തന്നെ അന്വേഷിച്ചുള്ള മറ്റാരും അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞത്? ഇതിൽ പകൽ പോലെ വ്യക്തമല്ലേ, ഈ പ്രതിക്ക് ഉന്നത രാഷ്ട്രീയ സ്വാധീനമില്ലേ? ഈ പ്രതിയെ ജയിലിൽ പോയി കണ്ടതും സ്വീകരിച്ചതും പിന്നീട് സ്ഥാനമാനങ്ങൾ ഓരോന്നായി തിരികെ നൽകിയതും വിശുദ്ധയാക്കാനും പരിശുദ്ധയാക്കാനും ഒക്കെ ശ്രമിച്ചത് ആരാണ്? അല്ല, ആ രാഷ്ട്രീയ സ്വാധീനം തന്നെയല്ലേ നിങ്ങളോട് ഒപ്പമുണ്ട് എന്ന് ആവർത്തിച്ച് പറഞ്ഞത്? ഇതേ രാഷ്ട്രീയ സ്വാധീനം. ഇതൊക്കെ പൊതുസമൂഹം വിലയിരുത്തട്ടെ. ഇവിടെ എന്താണ് ആവശ്യപ്പെട്ടത്? ആരെയെങ്കിലും ഏകപക്ഷീയമായി ശിക്ഷിക്കണം, ഇന്നാൾ ഞങ്ങളുടെ ശത്രുവാണ്, അതുകൊണ്ട് അവരെ അങ്ങ് ശിക്ഷിക്കണം, അങ്ങനെ ഒരു നടപടി സ്വീകരിക്കണമെന്നാണോ പറഞ്ഞത്? ഞങ്ങൾക്ക് ഭയമുണ്ട്. ഈ വ്യക്തിയുടെ ഉന്നത സ്വാധീനത്തിൽ ഞങ്ങൾക്ക് ഭയമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയായ ഒരു അന്വേഷണം നടക്കില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനാൽ ദയവായി ഞങ്ങൾക്ക് കൂടി വിശ്വാസമുള്ള, അല്ലെ ഞങ്ങൾ കൂടി നല്ലത് എന്ന് വിശ്വസിക്കുന്ന ഒരു അന്വേഷണ ഏജൻസി അന്വേഷിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത്രയേറെ തടസ്സവാദങ്ങൾ എന്തിനു വേണ്ടിയാണ് ഉന്നയിച്ചത്? അതിൻ്റെ ലക്ഷ്യമാണ് ഇപ്പം പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നത്. ശരി, ഞാൻ അങ്ങിലേക്ക് വരാം. ശ്രീ ബി എൻ ഹസ്കർ, അങ്ങേക്ക് എന്നെ കേൾക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്രീ ബി എൻ ഹസ്കർ, കേരളം ഏറെ ചർച്ച ചെയ്തൊരു വിഷയമാണ് ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ ആത്മഹത്യ എന്ന് പറയുന്നത്. ആ ആത്മഹത്യ ഞെട്ടിക്കുന്നതായിരുന്നു. ആ ആത്മഹത്യക്ക് കാരണമെന്ന് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ പരാതിയായി ഉന്നയിച്ച കാരണങ്ങൾ അതിനേക്കാൾ ഞെട്ടിക്കുന്നതായിരുന്നു. അതിന്റെ പേരിൽ പിന്നീടുണ്ടാകുന്ന PP ദേവിയുടെ അറസ്റ്റ്, ജയിൽവാസം, അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴുള്ള സ്വീകരണം, ഇങ്ങനെ പലതും വാർത്തകളുമായിരുന്നു. പക്ഷെ ഇപ്പോൾ നവീൻ ബാബുവിന്റെ കുടുംബം, ഏത് കുടുംബം? ഒപ്പമുണ്ടാകുമെന്ന് സർക്കാരും പാർട്ടിയും വകുപ്പുകളും ഒക്കെ ഉറപ്പു നൽകിയ അതേ കുടുംബം പറയുകയാണ്, ഈ അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നുണ്ട്. ഈ കുറ്റപത്രത്തിൽ എഴുതി ചേർത്തിരിക്കുന്ന കാര്യങ്ങളോ അതിന് നിദാനമായ അന്വേഷണമോ യാതൊരു തരത്തിലും നീതിയുക്തമല്ല. ഈ കുറ്റപത്രം സൂചിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇവിടെ അഴിമതി നടന്നിട്ടുണ്ട്. അതായത് ADM നവീൻ ബാബു അഴിമതി നടത്തിയിട്ടുണ്ട് എന്ന സൂചനകൾ കുത്തിക്കയറ്റിയ കുറ്റപത്രം എന്ന നിലയ്ക്കാണ്. ഈ അന്വേഷണം അട്ടിമറിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പാർട്ടി കുടുംബം, ഞങ്ങളുടെ കുടുംബമല്ലേ എന്ന് പറഞ്ഞ ആളുകൾക്ക് പോലും അതുപോട്ടെ, അത് രാഷ്ട്രീയ സ്വാധീനം എന്ന് വിചാരിക്കാം. റവന്യൂ വകുപ്പ് അന്വേഷണം നടത്തി അഴിമതി നടത്തിയിട്ടില്ല എന്ന് സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തതാണ്. അവിടെയും ആ കേസിന്റെ നവീൻ ബാബു ആത്മഹത്യ ചെയ്യാനിടയായ കാരണത്തെ ഒക്കെ തള്ളിക്കളഞ്ഞത് ഒരു അഴിമതി കേസായി പരിവർത്തനപ്പെടുത്താനുള്ള ലക്ഷ്യമാണ് അന്വേഷണ സംഘം നടത്തിയത് എന്നാണോ? അല്ല മാധു, ഇതിൽ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ഒരു അന്വേഷണ സംഘം വളരെ ഫലപ്രദമായി നടത്തിയിട്ടുള്ള ഒരു അന്വേഷണമാണ്. മാത്രമല്ല, ഈ അന്വേഷണത്തെ സംബന്ധിച്ചിട്ട് പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഇക്കാര്യത്തെ സംബന്ധിച്ച് വിശദമായി കേസ് ഡയറി പരിശോധിക്കുകയും സംസ്ഥാന പോലീസ് നടത്തിയിട്ടുള്ള മുഴുവൻ പ്രവൃത്തികളിലും സംതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന പോലീസിന് തന്നെ ഈ കേസ് അന്വേഷിക്കുന്നതിനുള്ള ചുമതല നൽകുകയുമായിരുന്നു. ആ വസ്തുത മറന്നുകൊണ്ട് നമുക്കൊരു കാര്യത്തിലും മുന്നോട്ട് പോകാനാവില്ല. കാരണം സംസ്ഥാന പോലീസിനെ സംബന്ധിച്ച് നിലവിൽ നടത്തിയിട്ടുള്ള മുഴുവൻ അന്വേഷണവും ആ അന്വേഷണത്തിൻ്റെ പരിധിയിലുണ്ടായിരുന്ന മുഴുവൻ രേഖകളും പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത്തരമൊരു നിലപാടിലേക്ക് എത്തിയത്. ഇതിനെ കൃത്യമായി ചലഞ്ച് ചെയ്തുകൊണ്ട് ഡിവിഷൻ ബെഞ്ചിലും ശ്രീ നവീൻ ബാബുവിൻ്റെ കുടുംബവും പോയിരുന്നു. അത് സംബന്ധിച്ച് ഡിവിഷൻ ബെഞ്ചും ഇക്കാര്യത്തിൽ സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് ശരിവെക്കുന്ന തരത്തിലാണ് ഡിവിഷൻ ബെഞ്ചും എത്തിച്ചേർന്നത്. കാരണം ലഭിച്ച തെളിവുകളുടെയും അന്വേഷിക്കാൻ സാധ്യതയുള്ള മുഴുവൻ ശാസ്ത്രീയ വശങ്ങളും പരിശോധിച്ചാണ് അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ തെളിവുകൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇവിടെ ശ്രീ നവീൻ ബാബുവിൻ്റെ കുടുംബവും അവർക്ക് വൈകാരികമായി വിഷയത്തെ സമീപിക്കുന്നതിന് അവർക്ക് അവകാശമുണ്ട്, ഒരു സംശയമില്ല. ശ്രീ നവീൻ ബാബുവിനെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾക്കപ്പുറം ഏതെങ്കിലും അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായിട്ടുണ്ട് എങ്കിൽ അത് കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഏതൊരു കുടുംബം തൻ്റെ കുടുംബനാഥൻ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ സന്ദേശങ്ങൾ നൽകുന്ന തരത്തിലുള്ള പ്രവൃത്തിയായിരുന്നു എന്നതടക്കം കേൾക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവിക പ്രതികരണം മാത്രമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. അല്ലാതെ ഈ അന്വേഷണത്തെ സംബന്ധിച്ച് ആരെയും സഹായിക്കാനായിരുന്നു എങ്കിൽ എന്തിനായിരുന്നു സഖാവ് PP ദിവ്യയെ പോലെ CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരാളെ, ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ അധ്യക്ഷയായിരുന്ന ഒരാളെ എന്തിനായിരുന്നു ദിവസങ്ങളോളം പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിച്ച് റിമാൻഡ് ചെയ്യിക്കേണ്ട സാഹചര്യം ഉണ്ടായത്? നിശ്ചയമായും സഹായം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സംസ്ഥാന സർക്കാരായിരുന്നുവെങ്കിൽ വേണ്ട വിധത്തിൽ സഹായം ചെയ്യുന്നതിന് ആ ഘട്ടത്തിൽ തന്നെ കഴിയുമായിരുന്നല്ലോ.
മാത്രമല്ല അവർ വഹിച്ചിരുന്ന മുഴുവൻ സ്ഥാനമാനങ്ങളിൽ നിന്നും പാർട്ടി നടപടിയെടുക്കുന്നു. ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അവരെ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. ആ ഒരു സ്ത്രീ എന്ന നിലയിൽ, ഒരു വ്യക്തി എന്ന നിലയിൽ സകല തരത്തിലുമുള്ള പീഡനവും കഴിഞ്ഞ കുറേ നാളുകളായി അവർ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ടും മതിവരാതിരിക്കുകയും എന്നിട്ടും തീരാതിരിക്കുന്ന പകയോടുകൂടി ഇത്തരത്തിൽ സമീപിക്കുന്നത് ശരിയല്ല എന്ന അഭിപ്രായമാണ് എന്നെ പോലെ. അതായത് നവീൻ ബാബുവിന്റെ കുടുംബത്തിന് PP ദിവ്യയോട് പകയുണ്ട് എന്നാണോ അങ്ങ് പറയുന്നത്? അല്ല, നമുക്ക് ചില മാധ്യമങ്ങൾ, കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ തോതിൽ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. കേരളത്തിലെ പൊതുസമൂഹം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയമാണ്. മാധ്യമ വിചാരണയുടെ ഒരു ഇര കൂടിയാണ് PP ദിവ്യ എന്നുള്ളത്. മാധ്യമങ്ങളല്ലല്ലോ തുടരന്വേഷണം ആവശ്യപ്പെട്ട ഹർജി നൽകിയിരിക്കുന്നത്. ഈ ഹർജിയുമായി ബന്ധപ്പെട്ട ചോദ്യം ഉന്നയിച്ചപ്പോഴാണ് അങ്ങ് പറഞ്ഞത് ഇപ്പോഴും പകവെച്ച് പുലർത്തുകയാണ് എന്ന്. അപ്പോൾ ആ ഹർജി നൽകിയിരിക്കുന്നത് മാധ്യമങ്ങളല്ല. അതായത് ആ കുടുംബത്തെ വിശ്വാസത്തിലെടുക്കാൻ സംസ്ഥാന സർക്കാരിന് കീഴിൽ, ആഭ്യന്തര വകുപ്പിന് കീഴിൽ നടന്ന അന്വേഷണത്തിന് സാധിച്ചിട്ടില്ല എന്നല്ലേ അത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വീണ്ടും അവർ വേട്ടയാടപ്പെടുന്നു എന്നാണ് ഈ ഹർജിയുടെ പശ്ചാത്തലത്തിൽ അങ്ങ് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ആ വേട്ടയാടുന്നത് ആ കുടുംബമാണ് എന്നുകൂടി പറയേണ്ടി വരും. അതിന് മാധ്യമങ്ങൾക്ക് എവിടെയാണ്? ഈ ഇടക്കാലത്ത് PP ദിവ്യയുമായും നവീൻ ബാബുവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഉണ്ടായിരുന്നില്ല ഈ തുടരന്വേഷണം എന്ന ആവശ്യം ഉന്നയിക്കുന്നത് വരെ. അപ്പൊ ആ തുടരന്വേഷണം എന്ന ആവശ്യം ഉന്നയിക്കപ്പെടുമ്പോഴാണ് ആ വാർത്ത വീണ്ടും വരുന്നത്. അപ്പൊ പക ആർക്കാണെന്നാണ് മനസ്സിലാക്കേണ്ടത്? അല്ല മാധു, ഇതിൽ സംസ്ഥാനത്തെ ഏറ്റവും പരമോന്നത കോടതിയായ ഹൈക്കോടതി ഈ അന്വേഷണത്തിൻ്റെ സകല വശങ്ങളെ സംബന്ധിച്ചും സസൂക്ഷ്മ നിരീക്ഷണം നടത്തിയതിനു ശേഷം ആണ് ഹൈക്കോടതി ഒരു തീരുമാനത്തിലെത്തുന്നത്. CBI അന്വേഷണം ആവശ്യമില്ല ഈ ഘട്ടത്തിൽ. കാരണം സംസ്ഥാന പോലീസ് അന്വേഷിക്കുന്നത് സമഗ്രമായിട്ടുള്ള അന്വേഷണവും ലഭ്യമാക്കാൻ കഴിയുന്ന മുഴുവൻ തെളിവുകളും ലഭിക്കാനിടയുള്ള മുഴുവൻ സാക്ഷിമൊഴികളും ലഭിച്ചിട്ടുണ്ട് ഈ കേസിൽ എന്നാണ് കേരളത്തിൻ്റെ ഹൈക്കോടതി കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ മനോവിഷമമുണ്ട്. അതിൽ നിയമപരമായി തന്നെ ചെയ്യേണ്ടത് ഡിവിഷൻ ബെഞ്ചിലേക്ക് പോവുകയായിരുന്നു. ആ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയപ്പോഴും ഇക്കാര്യത്തിൽ കേസ് ഡയറി അടക്കം വിളിച്ചു വരുത്തി സസൂക്ഷ്മ നിരീക്ഷണം നടത്തിയിട്ടാണ് ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യത്തിൽ ഇടപെടേണ്ട സാഹചര്യമില്ല എന്ന് വിലയിരുത്തിയിട്ടുള്ളത്. ഒരു CBI എൻക്വയറി നടത്തണമെങ്കിൽ നിശ്ചയമായും ഹൈക്കോടതിക്ക് നടത്താമായിരുന്നല്ലോ. ശരി, ശ്രീ ബി എൻ ഹസ്കർ, ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ VV രാജേഷ്, എല്ലാ വിവരങ്ങളും രേഖകളും കോടതി തന്നെ വിളിച്ചു വരുത്തിയതാണ്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം തന്നെ എല്ലാ രേഖകളും പരിശോധിച്ചിട്ടുണ്ട്, എല്ലാ ആളുകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രീ ബി എൻ ഹസ്കർ അടക്കം പറയുന്നത്. പ്രശാന്തൻ എന്ന് പറയുന്ന ആൾ, രണ്ടൊപ്പുള്ള ആ പ്രശാന്തൻ എന്ന് പറയുന്ന ആൾ താൻ കൈക്കൂലി കൊടുത്തു എന്നുള്ളതാണ് ആരോപണമായി മുന്നോട്ട് വെക്കുന്നത്. നമുക്കറിയാവുന്നതാണ് 2018 ഈ നിയമം അനുസരിച്ച് പോലും കൈക്കൂലി കൊടുത്താൽ അത് കുറ്റകൃത്യമാണ്. ജീവൻ രക്ഷിക്കേണ്ടി വരുന്ന നിസ്സഹായമായ സാഹചര്യത്തിൽ ഒഴികെ, അപ്പോഴാണെങ്കിലും പിന്നീട് വിജിലൻസിനെ അറിയിക്കണം. അപ്പോൾ ഈ അങ്ങനെ കൈക്കൂലി കൊടുത്ത് ഒരു കാര്യം നേടിയെടുക്കാൻ ശ്രമിച്ച ഒരാൾക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ല. ഇയാൾ വിജിലൻസിൽ പരാതി കൊടുത്തു എന്ന് പറയുന്നു. അയാൾ വിജിലൻസ് ഓഫീസിൽ കൊടുത്ത CCTV ഈ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. വിജിലൻസ് ഓഫീസിൽ പോയി CCTV ദൃശ്യം മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. ഈ കത്തിന്റെ പകർപ്പ് ചോദിച്ചാൽ വിജിലൻസ് കൊടുക്കില്ലേ? അപ്പോൾ ആ കത്തിന്റെ പകർപ്പ് പിന്നീട് നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അത് കോടതിയിൽ കൊടുത്തിട്ടില്ല. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് കൃത്യമായ രേഖകളടക്കം സൂക്ഷിച്ചിട്ടുള്ള അന്വേഷണ സംഘത്തിന്, കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള അന്വേഷണ സംഘത്തിന് വിട്ടുപോയ ഈ രേഖകൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അല്ല, ഞാൻ ഹസ്കർ പറഞ്ഞ ഒരു കാര്യത്തിൽ അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞു, അതൊക്കെ രാഷ്ട്രീയമാണ്. ഒരു സംശയമുള്ളത്, ഈ ദിവ്യ കുറേ കാലങ്ങൾ കൊണ്ട് പലതരം പീഡനങ്ങളും അനുഭവിച്ചു വരികയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഒട്ടും മനസ്സിലായില്ല. ആരുടെ ഭാഗത്തുനിന്ന്? ഈ പാവപ്പെട്ട കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്നോ? ഇപ്പോൾ PP ദിവ്യ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരെ കൊലപ്പെടുത്തിയ കേസിലോ വകവരുത്തിയ കേസിലോ പ്രതിയാണെന്നുണ്ടെങ്കിൽ ആ പാർട്ടിയുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ പീഡനങ്ങൾ അനുഭവിക്കാം എന്ന് പറയാം. വേറെ ആരുടെ ഭാഗത്തുനിന്ന് PP ദിവ്യ പീഡനം അനുഭവിച്ചിരിക്കുന്നത്? അതുകൊണ്ട് ഇത്തരത്തിൽ വെള്ളപൂശാൻ വേണ്ടി അങ്ങേപ്പോലെ ഒരാൾ ശ്രമിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പൊതുസമൂഹം കാണുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ആ കുടുംബം, നവീൻ ബാബുവിൻ്റെ കുടുംബം ഒരു ജീവിതകാലം അത്രയും, അടുത്ത തലമുറ ഉൾപ്പെടെ അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങൾക്ക് നിങ്ങൾ ആരോട് കണക്ക് പറയും? പ്രത്യേകിച്ചും അദ്ദേഹം കൈക്കൂലി വാങ്ങിയെന്നാണ് നിങ്ങൾ ആരോപിച്ചിരിക്കുന്നത്. മാധു ചോദിച്ചതുപോലെ, താങ്കൾ ചോദിച്ചത് മാത്രമല്ല, നിരവധി രേഖകൾ ഇവർ കണ്ടെടുത്തിട്ടില്ല. ഇപ്പോൾ ലാൻഡ് റവന്യൂ കമ്മീഷണർ ഗീത നടത്തിയ അന്വേഷണത്തിൽ കൈക്കൂലി വാങ്ങുന്ന ഒരിടത്തും പറഞ്ഞിട്ടില്ല. മാത്രവുമല്ല, ADM ആകുന്നതുവരെ നമുക്കറിയാം, നമ്മളൊക്കെ തന്നെ പൊതുസമൂഹത്തിൽ ജീവിക്കുന്നതാണല്ലോ. ഞാനൊക്കെ പൊതുപ്രവർത്തനം സജീവമാകുന്നതിന് മുമ്പ് പല ഉദ്യോഗസ്ഥന്മാരുടെയും തനിനിറം എനിക്ക് നന്നായിട്ട് അറിയാം, ഞങ്ങൾക്കൊക്കെ തന്നെ. ഇതിപ്പോൾ മാധു പറഞ്ഞ പോലെ കൈക്കൂലി കൊടുക്കുന്നതോ കൊടുക്കാമെന്ന് പറയുന്നതോ കുറ്റമാവും എന്നുള്ളത് കൊണ്ട് ഞാനതിപ്പോൾ ഇവിടെ ഒന്നും പറയുന്നില്ല.
സാർ, ഒരു വില്ലേജ് ഓഫീസ് തുടങ്ങിക്കഴിഞ്ഞാൽ മുകളിലേക്ക് എത്തുന്നവരെ നവീൻ ബാബു കൈക്കൂലിക്കാരനാണെങ്കിൽ എന്നേ അദ്ദേഹത്തിൻ്റെ പേരിൽ നിരവധി ബ്ലാക്ക് മാർക്ക് വരണം. ഏതെങ്കിലും ഒരു കാര്യം, ഒരൊറ്റ പോയിന്റ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നവീൻ ബാബുവിനെതിരെ? എവിടെയെങ്കിലും ഒരിടത്ത് അദ്ദേഹം ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ണൂരിൽ വന്ന് പ്രശാന്തൻ്റെ ഒന്നും ആയിരിക്കില്ലല്ലോ. കൈക്കൂലി വാങ്ങുന്ന സ്വഭാവമുള്ള ആളാണെങ്കിൽ വാങ്ങുന്നത് അങ്ങനെ ആയിരിക്കില്ലല്ലോ. അതൊന്നും പറയാനില്ലാത്ത ഒരു ഉദ്യോഗസ്ഥന് ജില്ലാ കളക്ടറുമായിട്ട് ഒരു പ്രീ പ്ലാൻഡ് ഡ്രാമയുടെ ഭാഗമായിട്ട് ദിവ്യ അവിടെ വന്നതാണെന്ന് എല്ലാവർക്കും അറിയാം. ഗീത നടത്തിയ അന്വേഷണത്തിൽ ഒരിടത്തും പറയുന്നില്ല. അതോടൊപ്പം തന്നെ പെട്രോൾ പമ്പിന് അനുമതി നൽകുവാൻ വേണ്ടി കാലതാമസം 1 മണിക്കൂറെങ്കിലും ഉള്ളതായിട്ട് ഒരിടത്തും രേഖയിൽ പറഞ്ഞില്ല. കളക്ടർക്ക് മുന്നിൽ നവീൻ ബാബു കുറ്റസമ്മതം നടത്തിയെന്ന് പറയുന്നത് ഒരിടത്തും ഒരു രേഖയുമില്ല. പ്രശാന്തന് 20 ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട് എന്ന് പറയുന്ന പ്രശാന്തൻ എന്തിനാണ് കൈക്കൂലി കൊടുക്കാൻ വേണ്ടിയിട്ട് സ്വർണം പണയം വെച്ച് പണം എടുക്കുന്നത്? അത് പറയുന്നില്ല. ദിവ്യയുടെ ഫോൺ പരിശോധിച്ചിട്ടുണ്ടോ? ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ പ്രതിയുടെ ഫോൺ നമ്മളിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഒരു പെറ്റി കേസ് ചെന്ന് ആദ്യം SI പറയും ഫോൺ അങ്ങോട്ട് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാൻ പറയും. കോൾ വന്നു കഴിഞ്ഞാൽ SI എടുക്കും, അല്ലെങ്കിൽ CA എടുക്കും. ദിവ്യയുടെ ഫോൺ പരിശോധിച്ചിട്ടില്ല. പിന്നെ പ്രശാന്തനും ദിവ്യയും തമ്മിൽ ഒരു ആലുവ മണപ്പുറത്ത് വെച്ചോ പരിചയം പോലും ഇല്ലാത്തവരൊന്നുമല്ലോ. ആ ബന്ധം അന്വേഷിച്ചിട്ടുണ്ടോ? അപ്പോൾ മറ്റൊന്ന്, പ്രശാന്തൻ നവീൻ ബാബുവിൻ്റെ വീടിൻ്റെ അടുത്ത് ഈ കോഴി മുട്ടയിടാൻ കറങ്ങുന്നത് പോലെ ചുറ്റിക്കറങ്ങുന്നതായിട്ടൊക്കെയുള്ള വിഷ്വൽ കാണിച്ചല്ലോ. അത് എഡിറ്റ് ചെയ്തതാണ്. പ്രശാന്തൻ CMൻ്റെ ഓഫീസിൽ പരാതി കൊടുത്തായിട്ട് പറയുന്നു. അതിനെക്കുറിച്ച് അന്വേഷണം നടന്നിട്ടുണ്ടോ? അപ്പോൾ ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ പൊതുസമൂഹം ചോദിക്കുമ്പോൾ അന്വേഷണ സംഘം അവരുടെ മുൻപിലൊക്കെ തന്നെ മുട്ടടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. ഹസ്കർ എന്താ പറഞ്ഞത്? PP ദിവ്യ ജില്ലാ കമ്മിറ്റി അംഗമാണ്. ജില്ലാ കമ്മിറ്റി അംഗമല്ല, പോളിറ്റ് ബ്യൂറോ മെമ്പറായി കഴിഞ്ഞാൽ സാധാരണക്കാരായ ആൾക്കാർക്കൊന്നുമില്ല. നിങ്ങൾ പാർട്ടിക്കാർക്ക് ജില്ലാ കമ്മിറ്റി അംഗം വലിയ കാര്യമായിരിക്കും, നിങ്ങൾ അംഗീകരിച്ചോളൂ. പക്ഷേ എന്തോ ഒരു വലിയ മഹാമനസ്കത ചെയ്തുപോലെ മാർക്സിസ്റ്റ് പാർട്ടി ചരിത്രത്തിൽ ആദ്യമായിട്ട് വലിയ വിട്ടുവീഴ്ച നടത്തി ദിവ്യയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി, ദിവ്യയെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മാറ്റി, ദിവ്യയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് എന്തോ ഔദാര്യമാണ് സമൂഹത്തോട് കാട്ടിയെന്ന് പോലെയാണ് നിങ്ങൾ പറയുന്നത്. അന്ന് ദിവ്യയെ മാറ്റാതെ പരമാവധി നോക്കി മാറ്റാതെ 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ അന്നൊരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. ആ സാഹചര്യം കൊണ്ട് ഈ രാജ്യത്തെ നിലവിലുള്ള നിയമങ്ങളുടെ ഒക്കെ തന്നെ ചട്ടക്കൂടിൽ നിന്ന് മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ദിവ്യയെ അറസ്റ്റ് ചെയ്യുവാനും റിമാൻഡ് ചെയ്യാനും നിങ്ങളുടെ പാർട്ടി തയ്യാറായത്, ഗവൺമെൻറ് തയ്യാറായത്. ഞാനിതിൽ അപകടകരമായിട്ട് CPM കളിച്ച ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. കണ്ണൂരിൽ ദിവ്യയെ അറസ്റ്റ് ചെയ്യുന്നു, ദിവ്യയെ പാർട്ടിയുടെ ചുമതലയിൽ നിന്ന് തൽക്കാലം മാറ്റി നിർത്തുന്നു. അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ പത്തനംതിട്ടയിലെ മാർക്സിസ്റ്റ് പാർട്ടി കുടുംബത്തെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ പാവങ്ങളോടൊപ്പം നിൽക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇത് രണ്ട് രാജ്യമാണോ? പത്തനംതിട്ടയിലെ പാർട്ടി ഒരു ഭാഗത്ത് നാടകം കളിച്ച ആ കുടുംബത്തിനെ കൊണ്ട് കൂടുതലായി പ്രതികരിക്കുക, എന്ത് സമചിത്തതയോടെ എന്ത് മാന്യമായിട്ടാണ് അവർ പ്രതികരിച്ചിട്ടുള്ളത്. അത് പത്തനംതിട്ട പാർട്ടിയും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും ശക്തമായിട്ട് വിഷയത്തിൽ ഇടപെടുന്നു, ആ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്നതായിട്ട് അഭിനയിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. കണ്ണൂരിൽ ദിവ്യയെ തൽക്കാലം ഒന്ന് മാറ്റിയെടുത്തു എന്ന് പറയുന്നു. എന്നിട്ട് കൃത്യമായിട്ട് സംഭവം തണുത്തതിന് ശേഷം കൃത്യമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരെ കൊണ്ട് കേസ് അട്ടിമറിക്കുന്നു. ഈ കേസ് അട്ടിമറിക്കപ്പെട്ടു എന്ന് ഉത്തമ ബോധ്യമായതുകൊണ്ടാണ് കഴിഞ്ഞ 2-3 മാസം കൊണ്ട് ദിവ്യ പൊതുസമൂഹത്തിൽ പഴയതിനേക്കാൾ കൂടുതൽ സജീവമാകുന്നത്. CPM KK ശൈലജ സദാനന്ദ മാഷിന്റെ കാലുവെട്ടിയ പ്രതികളെ ജയിലിലേക്ക് അയക്കാൻ പോകുന്നതും അതോടൊപ്പം തന്നെ ദിവ്യയെ മാർക്സിസ്റ്റ് പാർട്ടി ഇങ്ങനെ അന്വേഷണം അട്ടിമറിച്ചുകൊണ്ട് സംരക്ഷിക്കുന്നതും സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം ഞങ്ങളുടെ മുമ്പിൽ തലകുനിക്കാത്ത ഒരാളിനെയും ഞങ്ങൾ വെറുതെ വിടില്ല എന്നുള്ളതാണ്. എടിയുമായിരുന്ന നവീൻ ബാബുവിന്റെ കൈവശം ഈ പരാതി പരിഗണനയ്ക്കായി ഇരുന്നത് 6 പ്രവൃത്തി ദിവസങ്ങൾ മാത്രമാണ്. ഒക്ടോബർ 9 നിരാക്ഷേപ പത്രം നൽകി. സെപ്റ്റംബർ 30 മുതൽ ഒക്ടോബർ 9 ഇടയിൽ ഉണ്ടായിരുന്നത് ആകെ 6 പ്രവൃത്തി ദിവസമാണ്. 6 പ്രവൃത്തി ദിവസമൊക്കെ ഒരു ഫയൽ കൈവശം വെച്ചിരുന്നതിന് റവന്യൂ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനെതിരെ ഒരു ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ വന്ന് ഈ തരത്തിൽ പരാമർശം നടത്തി. അതിനിടയിൽ 3 തവണ എന്തായി എന്ന് ചോദിക്കണമെങ്കിൽ ഈ നാട്ടിൽ ഒരൊറ്റ ഫയല് ഒരു മേശപ്പുറത്തും കിടക്കില്ല. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ജീവിതം എന്ന നിലയ്ക്ക് പരിഗണിക്കപ്പെട്ടു പോയനെ. 6 ദിവസം ഇരുന്നതിന്റെ പേരിലാണ് ഈ കണ്ട അധിക്ഷേപങ്ങൾ മുഴുവൻ കേൾക്കേണ്ടി വന്നതും അദ്ദേഹത്തിന് ജീവൻ തന്നെ വെടിയേണ്ടി വന്ന ഒരു രോഗിയുടെ ചികിത്സാ സഹായത്തിന്റെ ഫയലിൽ ദിവ്യ ഇതുപോലെ ആവേശത്തോടെ ഇടപെട്ടെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു. ഒരു കുട്ടിയുടെ ഫീസ് അടയ്ക്കാണെങ്കിൽ മനസ്സിലാക്കുന്നു. പെട്രോൾ പമ്പ് 4 ദിവസം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? 6 ദിവസമായിരുന്നു സാർ, 6 വർഷം ഫയൽ. അതിനിടയ്ക്ക് 3 തവണ താൻ തന്നെ എന്തായി വല്ലോ നടക്കുമോ എന്ന് ചോദിച്ചു എന്ന് PP ദിവ്യ തന്നെ പറയുന്നുണ്ട്. 6 വർഷമല്ല 60 വർഷം ജില്ലാ കളക്ടർമാരുടെ ഓഫീസ് കെട്ടിക്കിടന്ന ഫയലുകൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഞാൻ ഇടപെടുകയാണ്. ശ്രീ റിജിൽ മാക്കുറ്റി, ഈ പ്രശാന്തനെ സംരക്ഷിക്കുന്നത് ആരാണ്? പ്രശാന്തനെ സംരക്ഷിക്കുന്നത് ആരാണ്? എന്തിനു വേണ്ടിയാണ് സംരക്ഷിക്കുന്നത്?
ശ്രീമതി മാധു, ഈ കേസ് വന്നതിന് ശേഷം പ്രത്യേകിച്ച് ADMന്റെ ആത്മഹത്യയ്ക്ക് ശേഷം ഉണ്ടായ നാൾ വഴികൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇടപെട്ട ഒരാളെന്ന നിലയിലും ഞങ്ങൾക്കൊക്കെ അറിയാൻ സാധിക്കും ഈ കേസിനകത്ത് വളരെ കൃത്യമായി PP ദിവ്യയെ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ തൊട്ട് ഇങ്ങോട്ട് PP ദിവ്യയെ സംരക്ഷിക്കാനുള്ള നിലപാട് അത് പാർട്ടിയും പാർട്ടിയുടെ സംവിധാനമുള്ള സർക്കാരിനെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസും എല്ലാം അതിൻ്റെ പിറകിൽ നിന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവാണ് ഇപ്പോഴും അവരുടെ കുടുംബം, പ്രത്യേകിച്ച് ശ്രീമതി മഞ്ജുഷ അദ്ദേഹത്തിൻ്റെ ഭാര്യ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകാനുള്ള തീരുമാനമെടുത്തത്. ഇപ്പോൾ ആദ്യ തുടക്കത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങളിതാ ഈ അന്വേഷണം വളരെ കൃത്യമായി നടത്തുന്നു, PP ദിവ്യയെ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് തരം താഴ്ത്തിയിരിക്കുന്നു, അവർ ജയിലിൽ അയച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരു പുകമറ സൃഷ്ടിച്ച് അവസാനം PP ദിവ്യയെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ കൃത്യമായ കാര്യങ്ങളും അതിനകത്ത് നടക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹം അഴിമതിക്കാരനാണെന്ന് പറഞ്ഞത്. അദ്ദേഹം കൈക്കൂലി വാങ്ങിയെന്ന് പറയും, പ്രശാന്തിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്ന് പറയുന്നു. ആ കൈക്കൂലി വാങ്ങിയെന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് കൊടുത്ത പരാതി, ആ പരാതി വ്യാജമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കാഞ്ഞത്? എന്തുകൊണ്ടാണ് പ്രശാന്തിനെതിരെ കൈക്കൂലി വാങ്ങുന്നതും കൊടുക്കുന്നതും കുറ്റകരമാണല്ലോ? ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടന്നോ? 2 വ്യാജ ഒപ്പിട്ടിട്ടാണല്ലോ പരാതി കൊടുത്തത് എന്നുള്ളത് നമ്മുടെ സമൂഹത്തിന് മുമ്പിലുണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, പ്രശാന്തിനെ തുടക്കം മുതൽ സംരക്ഷിക്കാനുള്ള നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ്. ആ പ്രശാന്തിനെ സംരക്ഷിക്കാൻ കാരണം PP ദിവ്യയും അതോടെ പ്രശാന്തിനുൾപ്പെടെയുള്ള ഈ പറയുന്ന ആളുകൾ, അതിനപ്പുറത്തേക്കും ബിനാമി ഇടപാടുകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. PP ദിവ്യയുടെ അവർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റൊക്കെ ആയതിനു ശേഷം അവരുടെ സാമ്പത്തിക സംവിധാനം അതോടെ ഒപ്പം തന്നെ അവർ ഉണ്ടാക്കിയ കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന തട്ടിക്കൂട്ട് കമ്പനിയും ആ കമ്പനിയിൽ നിന്ന് സിൽക്ക് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്ന് കരാറുകൾ അടിച്ചെടുത്തതും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ നിൽക്കുകയാണ്. പാലക്കാട് തട്ടിൽ അവർ വാങ്ങിയ ഭൂമിയുമായി ബന്ധപ്പെട്ട പരാതി കൃത്യമായി KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ് കൊടുത്തിരുന്നു. ആ പരാതി അന്വേഷിക്കാൻ യോഗേഷ് ഗുപ്ത എന്ന് പറയുന്ന PP ദിവ്യ ആ ചടങ്ങിലേക്ക് വന്നിട്ട് അവിടെ ഇരുന്ന് ആദ്യം പറയുന്നത് ഞാൻ ഇതിലെ പോയപ്പോ ഇത് കേട്ടറിഞ്ഞതാണ് വന്നു എന്നാണ്. പക്ഷെ PP ദിവ്യ ആ ചടങ്ങിലേക്ക് വരുന്നത് ഒരു വീഡിയോഗ്രാഫറിനെയും കൂട്ടിയാണ്. ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഇത് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട്, അപ്പോൾ അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട്. പത്തനംതിട്ടയിൽ വരെ അത് ചെല്ലാനുള്ള പരിപാടികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത് അദ്ദേഹം പത്തനംതിട്ടയിൽ നിന്ന് അറിയുന്നുണ്ട്. ഇതൊക്കെയാണ് അദ്ദേഹത്തെ മാനസിക സമ്മർദ്ദത്തിലാക്കിയത് എന്ന് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ പറയുകയും ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു പ്ലാൻ നടക്കുന്നുണ്ട്. ഈ പ്ലാൻ ആണല്ലോ PP ദിവ്യക്കെതിരായ ആരോപണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാധ്യമ പ്രവർത്തകർ ഈ വീഡിയോഗ്രാഫറെ കൊണ്ടുവരാൻ വേണ്ടി അവർ നടത്തിയ ആശയവിനിമയം ഇനി വഴിയെ പോയതല്ല, കളക്ടറുമായി ആശയവിനിമയം നടത്തിയിട്ടാണെന്നൊരു ആരോപണമുണ്ട്. അപ്പോൾ കളക്ടറുമായി സംസാരിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ. ഇനി പ്രശാന്തനുമായി സംസാരിച്ചത് എത്ര തവണയാണ്? പ്രശാന്തിന്റെ ഈ കാര്യത്തിൽ പ്രശാന്തിന്റെ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട് എന്താണ് PP ദിവ്യയുടെ താല്പര്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഈ പറയുന്ന നേരത്തെ ശ്രീ അനിൽ P നായർ പറഞ്ഞ ബുദ്ധിപൂർവ്വവും കൗശലവുമുള്ള അന്വേഷണം നടത്തുന്ന കേരള പോലീസിന് അന്വേഷിക്കാം. പക്ഷെ അതൊക്കെ അന്വേഷിക്കണമെങ്കിൽ ഇവരുടെ ടെലിഫോൺ റെക്കോർഡുകൾ അടക്കം അല്ലെങ്കിൽ ടെലിഫോൺ രേഖകൾ അടക്കം പരിശോധിക്കണം. പ്രതി സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളുടെ ടെലിഫോൺ രേഖകൾ പോലും പരിശോധിക്കാത്ത പ്രിവിലേജ് എങ്ങനെയാണ് ഒരു അന്വേഷണ സംവിധാനത്തിന് കൊടുക്കാൻ കഴിയുന്നത്? ശ്രീമതി മാധു, ഞാൻ അതിലേക്കാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ്, അതാണ് പ്രശ്നം. അദ്ദേഹം മരണപ്പെടുന്നത് 2024 ഒക്ടോബർ 15-ാണ്. അപ്പോൾ ഇവരുടെ കോൾ ഡീറ്റെയിൽസ് അതുമായി CDR കൃത്യമായി പരിശോധിച്ചില്ല എന്ന് മാത്രമല്ല 14-15 തീയതികളിലെ മാത്രം ഇവരുടെ ഫോൺ ചാറ്റുകൾ മാത്രമാണ് കണ്ടെത്തിയത്. മറ്റ് ശാസ്ത്രീയപരമായി അവരുടെ ഫോൺ ചാറ്റുകൾ നടന്നിട്ടില്ല. അതോടൊപ്പം തന്നെ ഇവരുടെ PP ദിവ്യക്ക് ജാമ്യം കൊടുക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഭാഗത്തിൻ്റെ അഭിഭാഷകന്മാർ അവിടെ പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം കലക്ടറും അതോടൊപ്പം തന്നെ PP ദിവ്യയുമായി ബന്ധപ്പെട്ട അവരുടെ ഫോൺ രേഖകൾ പരിശോധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ സർക്കാർ എന്ന് പറയുന്നത്, പാർട്ടി എന്ന് പറയുന്നത് ആരോടൊപ്പമാണെന്ന് പറയുന്നത് ഞങ്ങൾ ADMന്റെ കുടുംബത്തോടൊപ്പമാണ് എന്ന് പറയുന്നു. ആ കുടുംബത്തോടൊപ്പമാണെന്ന് അന്ന് പറഞ്ഞ ആ സർക്കാരിന്റെ അഭിഭാഷകൻ അത് പരിശോധിക്കാൻ പാടില്ല എന്നുള്ളതാണ് മൊഴി കൊടുത്തത്. അപ്പോൾ കലക്ടറും അതോടൊപ്പം PP ദിവ്യയും പ്രശാന്തനും നടന്നിട്ടുള്ള അവരുടെ കലക്ടറുടെ ഔദ്യോഗിക ഫോണും അദ്ദേഹത്തിന് വ്യക്തിഗതമായി നിൽക്കുന്ന ഫോണിൽ ഇവർ സംസാരിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അത് അന്വേഷണ സംഘം പരിശോധിച്ചിട്ടില്ല, അതിന്റെ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ കലക്ടർക്ക്, ഇപ്പോൾ നിങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കലക്ടർക്ക് ഇതിനകത്ത് പങ്കുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ അന്നും ആരോപിച്ചിട്ടുണ്ട്. കലക്ടർ വെറുതെ ഒരാൾ വഴിയെ പോകുമ്പോൾ ഒരിക്കൽ വിളിച്ച് ഇരുത്തി ആ യോഗത്തിലേക്ക് വിളിച്ച് വരുത്തിയല്ല, മുൻകൂട്ടി നിശ്ചയിച്ച് ആ കാര്യങ്ങൾ മുഴുവൻ അവർ ഈ ADMനെതിരായി തൻ്റെ സഹപ്രവർത്തകനെതിരായി ഈ PP ദിവ്യ എന്ന് പറയുന്ന ഈ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ വെറുത്ത വാക്കുകൊണ്ട്, വിഷം പുരട്ടിയ വാക്കുകൾ കൊണ്ട് ആ സമൂഹത്തിൻ്റെ മുമ്പിൽ അപമാനിക്കുമ്പോൾ അല്ലെങ്കിൽ ആ പരിപാടി വെച്ച് അപമാനിക്കുമ്പോൾ ഇളിച്ചിരിക്കുന്ന കലക്ടറെയാണ് നമ്മൾ കണ്ടത്. കലക്ടർ അരുതെന്ന് പറഞ്ഞിട്ടില്ല, കലക്ടർ തടഞ്ഞിട്ടില്ല.
അത്രയേറെ ആ രൂപത്തിലേക്ക് എത്തിക്കാനുള്ള കാരണം എന്താ? അപ്പോൾ ഞങ്ങളെന്ന് പറഞ്ഞ് കലക്ടർ ഉൾപ്പെടെ അതോടൊപ്പം PP ദിവ്യ ഇവർ ഒരു മുച്ചൂട്ട് കമ്പനിയായിരുന്നു ഇത്. കലക്ടർക്ക് ഇതിനകത്ത് വളരെ കൃത്യമായ പങ്കുണ്ട്. അതുകൊണ്ടല്ലേ കലക്ടർക്കെതിരായി മന്ത്രി ഉൾപ്പെടെ റവന്യൂ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെടൽ നടത്തിയിട്ടും എന്തുകൊണ്ട് കലക്ടർ ആ സ്ഥാനത്തിരിക്കുന്നു? ഇപ്പോഴും കണ്ണൂർ ജില്ലാ കലക്ടറായി അരുൺ കെ വിജയനാണ് ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് ആ കലക്ടർ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട ചില കൺസോർഷ്യത്തിന്റെ ഭാഗമായി അവർക്ക് സംഭാവന കൊടുത്തു എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ആ കലക്ടറെ അവർ നീക്കിയിട്ടില്ല. അതുകൊണ്ട് കലക്ടർ സംരക്ഷിക്കണം, PP ദിവ്യയെ എല്ലാതരം സംരക്ഷിക്കണം. അവസാനം ഞങ്ങൾ അന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ ഇദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം കലക്ടറേറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഗൂഢാലോചന നടക്കുന്നു, ഇദ്ദേഹത്തെ പ്രതിയാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് ഉൾപ്പെടെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശം അന്വേഷണം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ PP ദിവ്യ എന്ന് പറയുന്ന ഈ പ്രതിയെ രക്ഷിക്കാൻ പഴുതുകൾ ഇല്ലാതെ ഈ അന്വേഷണ സംഘം ഞങ്ങൾ ഇരയോടൊപ്പമാണെന്ന് പറയുകയും പാർട്ടിയും സർക്കാരും ഇരയോടൊപ്പമാണെന്ന് പറയുകയും അതോടൊപ്പം വേട്ടക്കാരനോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന നിലപാടിലേക്കാണ് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവരുടെ കുടുംബത്തിന് അന്വേഷിക്കണമെന്ന് പറഞ്ഞത്. ഹൈക്കോടതിയിലേക്ക് പോയിട്ട് പോലും നീതി കിട്ടാൻ ശേഷം വീണ്ടും അട്ടിമറിക്കുന്നു എന്ന സാഹചര്യത്തിൽ എത്തിയത് PP ദിവ്യയെ സംരക്ഷിക്കാനുള്ള നിലപാട് തന്നെയാണ് ഈ സർക്കാരും ഈ പാർട്ടിയും ഈ പാർട്ടിയുടെ ഉന്നത കേന്ദ്രവും നടത്തുന്നതിനെ സംബന്ധിച്ച് ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. ശരി, ഇനി കളക്ടറുടെ സ്റ്റേറ്റ്മെന്റിൽ തന്നെ എത്ര അന്വേഷണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അടക്കം വ്യക്തമാവേണ്ടതുണ്ട്. കാരണം കളക്ടറുടെ സ്റ്റേറ്റ്മെന്റിലാണ് ആകെയുള്ള ഒരു പരാമർശം എനിക്കൊരു തെറ്റുപറ്റി എന്ന് ADM പറഞ്ഞു എന്നുള്ളത്. മറ്റാരും അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആരോപണ വിധേയരല്ലാത്തവർ ആരും ഉന്നയിക്കുന്നില്ല. പക്ഷെ ആ ഒരൊറ്റ കാര്യം പറഞ്ഞത് കളക്ടറാണ്. ആ സ്റ്റേറ്റ്മെന്റിൽ അതിന്റെ പശ്ചാത്തലത്തിൽ എത്രത്തോളം അന്വേഷണം നടത്തിയിട്ടുണ്ട് എന്നതടക്കം ചോദ്യചിഹ്നമാണ്. ഇടവേളയ്ക്ക് ശേഷം തിരികെ സ്വാഗതം. ചർച്ചയിലേക്ക് ഈ ADM നവീൻ ബാബുവിന്റെ മരണം നടന്നതിന് ശേഷം നവീൻ ബാബുവിന്റെ മൃതദേഹത്തിനൊപ്പം കളക്ടർ അരുൺ കെ വിജയൻ പത്തനംതിട്ടയിൽ എത്തുന്നുണ്ട്. അദ്ദേഹം ആ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് കുടുംബം തീരുമാനിക്കുന്നുണ്ട്. ശേഷം പുറത്തു വരുന്ന കളക്ടറുടെ വളരെ വികാരപരമായ ഒരു കത്തുണ്ട്. എനിക്ക് ചുറ്റും ഇരുട്ടു മാത്രമാണ്, വേദനയും നഷ്ടബോധവും പറഞ്ഞറിയിക്കാനാകില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ആ കത്തിൽ പറയുന്നത്. നവീന്റെ ഭാര്യ മഞ്ജുഷയ്ക്കും മക്കൾക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കത്ത് തുടങ്ങുന്നത്. നേരിൽ വന്ന് ചേർന്ന് നിൽക്കണമെന്ന് കരുതിയെങ്കിലും സാധിച്ചില്ല. മടക്കയാത്രയിൽ മുഴുവൻ ഞാൻ ഓർത്തത് നിങ്ങളെ കാണുമ്പോൾ എന്തു പറയണം, എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് മാത്രമാണ്. ആ നടുക്കം വിട്ടുമാറിയിട്ടില്ല. ഇന്നലെ വരെ എൻ്റെ തോളോട് തോൾ നിന്ന് പ്രവർത്തിച്ച ആളാണ് നവീൻ. കാര്യക്ഷമതയോടും സഹാനുഭൂതിയോടും, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, തൻ്റെ ഉത്തരവാദിത്തം നിർവഹിച്ച വ്യക്തിയായിരുന്നു 8 മാസത്തോളമായി എനിക്കറിയാവുന്ന നവീൻ. അഡ്വക്കേറ്റ് അനിൽ P. നായർ, ഈ കാര്യക്ഷമതയും ഉത്തരവാദിത്വവും നിർവഹിച്ച ഈ നവീൻ ബാബുവിനെ അറിയില്ല എന്നാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. എനിക്കൊരു തെറ്റുപറ്റി എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് അരുൺ കെ വിജയൻ പിന്നെ എന്തിനായിരിക്കാം ആ സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടുണ്ടാവുക? അതിന്മേൽ എന്ത് അന്വേഷണമാണ് നടന്നിട്ടുള്ളത്? ഞാൻ ആ ഉത്തരത്തിലേക്ക് കടക്കും മുമ്പ് പ്രിയപ്പെട്ട ഹസ്കറിനോട് ഒരു കാര്യം ചോദിക്കുക. അദ്ദേഹം പറഞ്ഞത് എന്താ, ബഹുമാനപ്പെട്ട കോടതി എല്ലാ കാര്യങ്ങളും പരിശോധിച്ച ശേഷം കേരള പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു എന്നാണ്. ഞങ്ങളെ ഇത് അന്വേഷിക്കാൻ അനുവദിക്കണം, ഭയഭക്തി പുരസരം ഞങ്ങൾ അപേക്ഷിക്കുകയാണ്, ഞങ്ങൾ സത്യം ചെയ്ത് ഉറപ്പുവരുത്തുകയാണ്, ഞങ്ങൾ മുഴുവൻ അന്വേഷിച്ചു കൊള്ളാം, ഈ ഇരയുടെ ആവശ്യങ്ങൾ മുഴുവൻ ഞങ്ങൾ അന്വേഷിച്ചു കൊള്ളാം, അതിന് ഞങ്ങളെ അനുവദിക്കണേ എന്ന പ്രാർത്ഥന എന്തിനായിരുന്നു? അവർക്ക് മാത്രമേ അന്വേഷിക്കാൻ അറിയുകയുള്ളായിരുന്നുള്ളൂ. അപ്പോൾ അത് ആരുടെ താല്പര്യമായിരുന്നു? അതൊക്കെ ഇരിക്കട്ടെ. പ്രിയപ്പെട്ട ഹസ്കറോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ശ്രീ നവീൻ ബാബുവിൻ്റെ മരണത്തെ തുടർന്ന് ആദ്യമായിട്ട് ഇത് ഒരു സാധാരണ മരണമല്ല. ആദ്യം ഇത് ഡെത്തിനാണല്ലോ കേസ് രജിസ്റ്റർ ചെയ്തത്. അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു. ആദ്യമായി കിട്ടിയ പരാതി ശ്രീ നവീൻ ബാബുവിൻ്റെ സഹോദരൻ പ്രവീൺ ബാബുവിൻ്റേതാണ്. അതിൽ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, ഈ പ്രശാന്തനും ഈ കേസിലെ പ്രതി ആക്കപ്പെട്ട വ്യക്തിയും നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഫലമാണ് ഈ മരണം. എത്ര ദിവസം കഴിഞ്ഞ് FIR രജിസ്റ്റർ ചെയ്തത്? നിയമപ്രകാരം അങ്ങനെ പറ്റുമോ? എത്ര ദിവസം കഴിഞ്ഞാണ് ആൻറ്റിസിപ്പേറ്ററി നിഷേധിച്ച ശേഷമാണ് അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്? നോക്കൂ, വളരെ ധൃതി പിടിച്ച് മരണപ്പെട്ട ശ്രീ നവീൻ ബാബുവിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ മുഴുവൻ ഡീറ്റെയിലായി പോലീസ് പരിശോധിച്ചല്ലോ. ഈ പ്രതിയുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചോ? ഈ പ്രതിയുടെ കൂടെ ഇതിന് സകല ഒത്താശയും ചെയ്തു കൊടുത്ത സാക്ഷികളായ പ്രശാന്തൻ്റെ അക്കൗണ്ട് പരിശോധിച്ചോ? ഈ
പ്രശാന്തിൻ്റെയോ ഈ പ്രതിയുടെയോ ഇപ്പോൾ വേറൊരു സാക്ഷിയെ വന്നിരിക്കുന്ന കളക്ടറുടെയോ ഫോണുകൾ അതിൻ്റെ കോൾ ഡീറ്റെയിൽസ് എടുത്തു എന്ന് അവകാശപ്പെടുന്നു, കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. അതല്ലാതെ അത് സൈബർ ഫോറൻസിക് ലാബിലേക്ക് അയച്ചോ? കോൾ റെക്കോർഡുകൾ എപ്പോഴും എറാസ് ചെയ്യപ്പെടാം. സൈബർ ഫോറൻസിക് ലാബിൽ ഇത് വിട്ടിരുന്നുവെങ്കിൽ ഓരോന്നിൻ്റെ ഡ്യൂറേഷൻ, അവർ ഏത് സമയത്ത് ഏത് ഭാഗത്ത് ഇവർ തമ്മിൽ ബന്ധപ്പെട്ടു, ഇത് തെളിയുമായിരുന്നു. അങ്ങനെ ഒരു അന്വേഷണം നടത്തിയോ? അങ്ങനെ എന്തിനേറെ പറയുന്നു, ഈ അന്വേഷണത്തിനകത്ത് ഏതെങ്കിലും ഒരു തരത്തിൽ ആ ഇരയുടെ ബന്ധുക്കളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒരു അന്വേഷണം നടത്താൻ തയ്യാറായോ? നോക്കൂ, അന്വേഷണത്തിൻ്റെ പുരോഗതി ഓരോ സമയവും ഇരയെ അറിയിക്കണമെന്ന് പറഞ്ഞനൊക്കെ രേഖാമൂലം അറിയിച്ചോ? എന്തിനാണ് ഇത്തരത്തിൽ വ്യാജമായി ഈ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഒരു പ്രതിയെ, വേട്ടക്കാരനെ രക്ഷിക്കാൻ ഇരയെ വീണ്ടും ആക്രമിക്കുന്ന ഈ പദ്ധതിയുമായിട്ട് ഇറങ്ങിപ്പുറപ്പെടുന്നത് എന്തിനാണ്? നിയമപരമായി എങ്ങനെ ഒരു കേസിനെ അട്ടിമറിക്കാം എന്നതിൻ്റെ മകുടോദാഹരണമാണ് ഈ ചാർജ് ഷീറ്റ്. നോക്കൂ, സ്വാഭാവികമായിട്ടൊരു അഴിമതി ആരോപണം ഉന്നയിക്കുമ്പോൾ അത് വസ്തുതാപരമായി ശരിയാണെന്ന് സംശയമുളവാക്കുന്ന മൊഴികൾ ചേർത്ത് വെച്ചാൽ അത് എങ്ങനെ ആ ആരോപണത്തെ അത് ഒരു പൊതു താല്പര്യത്തോടുള്ള ആരോപണമാണെന്നല്ലേ കരുതുകയുള്ളൂ? അല്ലെ, ഇതേ കളക്ടർ ഉള്ള റവന്യൂ വകുപ്പിനല്ലേ അന്വേഷണം നടന്നത്? അഡ്വക്കേറ്റ് അനിൽ പി നായർ, ഇതേ റവന്യൂ വകുപ്പ്, കളക്ടർ അടക്കം ഏത് വകുപ്പിലാണോ അതേ റവന്യൂ വകുപ്പല്ലേ അന്വേഷണം നടത്തിയത്? അപ്പോൾ ആ ഉയർന്ന IAS ഉദ്യോഗസ്ഥരോട് ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ റിപ്പോർട്ട് ഇങ്ങനെ വരുമായിരുന്നോ? ഒരിക്കലും വരില്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം, ഈ കളക്ടറെ എഴുതി തയ്യാറാക്കിയ ഒരു സ്റ്റേറ്റ്മെന്റാണ് ഹാജരാക്കിയത്. ആ എൻക്വയറി ഓഫീസറുടെ മുന്നിൽ ചെന്ന് മൊഴി കൊടുക്കാനുള്ള മാനസിക പ്രാപ്തി അദ്ദേഹത്തിനില്ലായിരുന്നു. പകരം എൻ്റെ അറിവും വിശ്വാസവും ശരിയാണെങ്കിൽ എഴുതി തയ്യാറാക്കിയ നിയമപരമായ കൺസൾട്ടേഷൻ എഴുതി തയ്യാറാക്കിയ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് കൊടുത്തത്. ആ സ്റ്റേറ്റ്മെൻറ്റിലും ഇങ്ങനെ ഒരു ആരോപണമില്ല. ഞങ്ങളോട് നേരിട്ട് പറഞ്ഞത്, അത് നവീൻ ബാബുവിനെ പോലെ നല്ലൊരു ഉദ്യോഗസ്ഥൻ വേറെയില്ല, അദ്ദേഹത്തിനെ പറ്റി എനിക്ക് നല്ലതേ പറയാനുള്ളൂ എന്ന് പറഞ്ഞ ഒരാൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാറ്റി പറയുമ്പോൾ ഒരു സംശയത്തിന്റെ മൊഴി ഉണ്ടാക്കാൻ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ അഡ്വക്കേറ്റ് അനിൽ പി നായർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അതായത് ഇദ്ദേഹത്തിന്റെ വളരെ വികാരഭരിതമായ കത്ത് ഞാൻ നേരത്തെ വായിച്ചു. അപ്പോൾ അത്രയ്ക്ക് തോളോട് തോൾ ചേർന്ന സഹോദര തുല്യനായ ഉദ്യോഗസ്ഥനാണെന്ന് പറയുന്ന ഒരു കളക്ടറെ നിങ്ങൾ എന്തിനാണ് സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് ഭാര്യ മഞ്ജുഷ അടക്കം നിലപാടെടുത്തു. അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം അത്ര നല്ലതല്ലായിരുന്നു എന്ന് കുടുംബത്തിന് അറിയാമായിരുന്നോ? തീർച്ചയായും ഞങ്ങൾ വൈകിയാണ് അറിയുന്നത്. അവർ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് പറയുന്നത് താങ്കൾ ഇങ്ങോട്ട് ദയവായിട്ട് വരണ്ടെന്ന് പറയുന്നത്. പിന്നെ അതിന്റെ കാരണങ്ങൾ പറഞ്ഞു. ഓരോ ദിവസവും ഔദ്യോഗികമായി ശ്വാസം മുട്ടലുകൾ അനുഭവിച്ചിരുന്ന വ്യക്തി ശ്രീ നവീൻ ബാബു മാത്രമല്ല. അവിടെ എൻക്വയറി നടത്തിയല്ലോ. ഞാൻ നേരത്തെ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്, അദ്ദേഹം ഈ മുകളിലോട്ട് വളരെ വിനീത വിധേയനാണ്, താഴോട്ട് ബ്യൂറോക്രസിയുടെ സകല അധികാരങ്ങളും ഉപയോഗിക്കാൻ അറിയുന്ന ആളുമാണ്. അദ്ദേഹത്തിന് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് മാറ്റം വന്നതും ഈ ചില മൊഴികളിലോ ചില ഉറപ്പുകൾ കിട്ടിയ ശേഷമാണെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അവിശ്വസിക്കാൻ പറ്റും? അതിനുശേഷം അദ്ദേഹം ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാരെയാണ് കണ്ടിട്ടുള്ളത്? ആരോടൊപ്പമാണ് നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്? ഇതൊക്കെ പൊതുസമൂഹത്തിൽ വന്നതല്ലേ, അത് വീണ്ടും പറയിപ്പിക്കണം. അപ്പം ഈ കളക്ടർ എന്ന് പറയുന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ കൊണ്ട് ഒരു പ്ലാൻഡ് ആയിട്ടുള്ള മൊഴി അതിന് തിരികെ കയറ്റുമ്പോൾ പറ്റുമെങ്കിൽ അത് പ്രതിയെ സഹായിക്കാൻ അവസരമൊരുക്കാനുള്ള ശ്രമമല്ലേ നടത്തുന്നത്? ശരി, ഈ കേസുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ ബന്ധുക്കൾക്ക് പലതരത്തിലുള്ള പരാതികളുണ്ട്. വീടിന്റെ ശ്രീ നവീൻ ബാബുവിന്റെ ക്വാർട്ടേഴ്സിന്റെ പരിസരത്ത് ഒക്കെ പോകുന്ന ക്ലിപ്പ് നാട്ടിൽ പ്രചരിച്ചപ്പോൾ എന്താണ് തിരിച്ചുപോയ സമയം രേഖപ്പെടുത്താഞ്ഞത്? വളരെ പറയുന്നുണ്ട്. എൻ്റെ അന്ന് മരണ ദിവസം ഈ പ്രശാന്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടുത്തെ മാധ്യമങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട്, ഞാൻ അവിടെ ചെന്നു, എൻ്റെ ഈ പൈസയൊന്നും ഇല്ലായിരുന്നു, പിന്നെ ഞാനത് സംഘടിപ്പിച്ചു കൊണ്ടു കൊടുത്തു. സംഘടിപ്പിക്കേണ്ട ഒരു സമയം വേണ്ടേ? ആരോടാ സംഘടിപ്പിച്ചത്? സ്വർണം പണയം വെച്ച ഈ 1 ലക്ഷം രൂപ ഉണ്ടാക്കി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. 20 ലക്ഷം രൂപ അദ്ദേഹത്തിന് ഡെപ്പോസിറ്റ് ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. അപ്പൊ 20 ലക്ഷം രൂപ അങ്ങനെ 1 ലക്ഷം രൂപ ചോദിച്ചു, 1 ലക്ഷം സംഘടിപ്പിച്ച് അങ്ങനെ 1 ലക്ഷം രൂപ സംഘടിപ്പിച്ച ആൾക്ക് 1500 രൂപ എവിടെ പോയി? അപ്പൊ ഈ ആരോപണത്തിന് വിശ്വാസ്യത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സംഘടിപ്പിച്ച അത്രയും ഒത്തുകൂടിയുള്ളൂ എന്ന് പറയാൻ
അത് പിന്നിൽ നിന്ന് ആരോ പറഞ്ഞു കൊടുത്ത മൊഴി ഈ സമൂഹത്തിന് മുമ്പിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളൊന്നും വേണ്ട, ആ പൊക്കോട്ടെ, അതിൽ തിരിച്ചു പോയ സമയമൊന്ന് പറ. ഇന്ത്യ പിന്നെ ടി വിക്ക് എന്ത് പറ്റി? അത് പിന്നെ ഒന്നും പതിഞ്ഞില്ലേ അതിൽ? അപ്പോൾ ആരോപണങ്ങൾ കരുതി കൂട്ടി ഉണ്ടാക്കി ഒരു ഇരയെ അതിൻ്റെ കുടുംബത്തെയും ഈ പൊതുസമൂഹത്തെ തന്നെ മണ്ടന്മാരാക്കാനുള്ള ശ്രമം ദയവായി നടത്തരുത്. നിയമത്തിന്റെ പരിധികൾ പരമാവധി ദുർവിനിയോഗം ചെയ്തൊരു കേസാണിത്. ഒരു സ്വാഭാവികമായിട്ട് ഞാൻ ചോദിച്ചോട്ടെ, ഇവിടുത്തെ ഭരണവ്യവസ്ഥയെ അനുസരിക്കാത്ത ഏതെങ്കിലും പോലീസുണ്ടോ? അത് ആര് മാറി വന്നോട്ടെ, താല്പര്യപ്പെടാൻ രക്ഷപ്പെടാൻ സാധ്യതയുള്ളവരെ, ഭരണത്തിന് ഉന്നതിക്കുന്നവരെ പറഞ്ഞാൽ കേൾക്കാത്ത പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് എങ്കിൽ വളരെ അപൂർവമായിരിക്കും. ശരി, ഓക്കെ, ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ ബിഎൻ ഹസ്കർ, ഈ മരണവുമായി ബന്ധപ്പെട്ട് സംവിധാനം സ്വീകരിച്ച നടപടികൾ ആദ്യം മുതൽ തന്നെ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് വലിയ പരാതികളുണ്ട്. അത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതാകട്ടെ, ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതാകട്ടെ, പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയതാകട്ടെ, അവിടെ വെച്ച് പോസ്റ്റ്മോർട്ടം നടത്തിയതാകട്ടെ, അവിടെ മുതൽ ഇങ്ങോട്ട് എല്ലാ കാര്യത്തിലും ഇവർക്ക് പരാതിയുണ്ട്. ഇവരെ വിശ്വാസത്തിലെടുക്കാതെ, ഇവരുടെ അനുമതി നേടാതെ ഒക്കെയാണ് ഇതിൽ പലതും ചെയ്തത് എന്നുള്ള ആരോപണങ്ങളുണ്ട്. അത് ഏറ്റവും അവസാനം അന്വേഷണത്തിൽ വരെ എത്തി നിൽക്കുകയാണ്. ഏത് ഘട്ടത്തിലാണ് വിശ്വാസത്തിലെടുത്തത്, ഏത് ഘട്ടത്തിലാണ് ഒപ്പം നിന്നത്? പിന്നെ മാധു, ഒരു കുറ്റകൃത്യം നടന്നാൽ നമ്മുടെ നിയമങ്ങൾ അനുസരിച്ച് കുറ്റകൃത്യം സ്റ്റേറ്റിനെതിരെ നടക്കുന്ന കുറ്റകൃത്യമാണ്. ഒരു വ്യക്തികൾക്കോ കുടുംബത്തിനോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനാകമാനം ബാധിക്കുന്ന തരത്തിലാണ് കുറ്റകൃത്യം നടക്കുന്നത്. സ്വാഭാവികമായും സ്റ്റേറ്റിനെതിരെ നടക്കുന്ന കുറ്റകൃത്യം എന്ന നിലയിൽ സംസ്ഥാനത്ത് അല്ലെങ്കിൽ രാജ്യത്ത് ആ കുറ്റകൃത്യത്തെ സംബന്ധിച്ച് നിലവിലുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് അന്വേഷിക്കുക. ഒരാൾ ആത്മഹത്യ ചെയ്തതായി കാണുന്നു, സ്വാഭാവികമായും അസ്വാഭാവിക മരണത്തിന് പഴയ 174 CRPC ഇപ്പോൾ 194 BNSS പ്രകാരമുള്ള കേസാണ് എടുക്കാൻ കഴിയുക. അതിനുശേഷം അതിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ നടത്തും. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ബന്ധുക്കൾ സാന്നിധ്യം ഉണ്ടാവണം, അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾ തന്നെ ഉണ്ടാവണം എന്നു നിലവിൽ നിയമമൊന്നുമില്ല. അതൊരു അപ്പാരന്റ് കോസ് ഓഫ് ഡെത്ത്, എന്താണ് മരണകാരണം എന്ന് കണ്ടെത്തുന്നതിനു വേണ്ടി നടത്തുന്ന പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലുകളാണ്. ആ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പോസ്റ്റ്മോർട്ടത്തിലേക്ക് കടക്കാറുള്ളത്. ആ പോസ്റ്റ്മോർട്ടം ഫൈൻഡിങ്സ് കിട്ടി വന്നതിന് ശേഷം എന്തുകൊണ്ട് FIR കൺവേർട്ട് ചെയ്യാൻ കാലതാമസം വന്നു എന്നുള്ള ശ്രീ അനിൽ പി നായരുടെ ചോദ്യത്തിനാണ് ഞാൻ ആ ഉത്തരം പറയുന്നത്. മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകേണ്ടതില്ല എന്ന് ബന്ധുക്കൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇല്ല, ഒരു കുഴപ്പവും ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകിയത് കളക്ടറാണ് എന്നതടക്കം പറഞ്ഞു കേട്ടിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾ ഇവർ വരുന്നതിന് മുൻപ് തുടങ്ങേണ്ടതില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതും നടന്നു എന്ന് അവിടെ ചെല്ലുമ്പോഴാണ്, അല്ലെങ്കിൽ ആ യാത്ര തുടങ്ങിയതിന് ശേഷം മാത്രമാണ് അറിയുന്നത്. നവീൻ ബാബുവിന്റെ ബന്ധുക്കൾ എല്ലാവരും, കുടുംബമടക്കം പത്തനംതിട്ടയിലാണുള്ളത്. അതിനേക്കാൾ വലിയ ബന്ധുക്കൾ ഉള്ളിടത്താണ് ഇദ്ദേഹത്തിന് ജീവൻ വെച്ചൊഴിഞ്ഞു പോകേണ്ടി വന്നത്. മധു, എന്നെയും മാധുവിനെയും പോലെ ഒരു സാധാരണക്കാരനായിരുന്നില്ല ശ്രീ നവീൻ ബാബു. അദ്ദേഹം ഒരു ജില്ലയുടെ ഭരണ ചുമതലയുള്ള ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കൂടിയായിരുന്നു. അതുകൂടി മനസ്സിലാക്കണം. അദ്ദേഹത്തിനാണ് അദ്ദേഹം ഇത്തരം ഇൻക്വസ്റ്റുകൾക്കും അതുപോലെ തന്നെ നിരവധി പ്രൊസീഡിങ്സുകൾക്കും ഒക്കെ സാന്നിധ്യം അനുഷ്ഠിച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. ജില്ലയുടെ ഏറ്റവും രണ്ടാമത്തെ പരമപ്രധാനിയായിട്ടുള്ള റവന്യൂ ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അപാകതകൾ സംസ്ഥാന പോലീസോ സർക്കാരോ ചെയ്യുമെന്ന് ഒരു തരത്തിലും കരുതാനാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തെ ജീവിക്കാൻ അനുവദിക്കാത്തതാണ്, ജീവിക്കാൻ സഹായിക്കാത്തതാണ്, ജീവിക്കാൻ തുണ നിൽക്കാത്തതാണ്. പിന്നെ മരിച്ചു കഴിഞ്ഞാൽ നീതി കിട്ടുമോ? ജീവിച്ച കാലത്ത് നീതി കൊടുക്കാത്ത അധികാര വ്യവസ്ഥിതി മരിച്ചു കഴിഞ്ഞാൽ നീതി കൊടുക്കുമെന്ന് വിശ്വസിക്കേണ്ടതുണ്ടോ? അവർ നമ്മൾ 1000 ആവർത്തി പറയാറുണ്ട് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, ആത്മഹത്യ ചെയ്യരുത് എന്ന്. പക്ഷെ എന്നിരുന്നാലും കേരളത്തിൽ ആത്മഹത്യകൾ ഉണ്ടാവാറല്ലേ? അപ്പോൾ അതിൽ ശ്രീ നവീൻ ബാബുവിന് അത്തരത്തിലൊരു സംഭവം ഉണ്ടായി. അത് വളരെ നിർഭാഗ്യകരവും വേദനാജനകമാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. പക്ഷേ ആ മാനസിക നിലയിൽ ആ സമയത്ത് സംഭവിച്ചു പോയിട്ടുള്ള ഒരു ദുരന്തം, ആ ദുരന്തമാണ് ഇക്കാര്യത്തിൽ വന്നിട്ടുള്ളത്. മറുവശത്തുള്ള ഉണ്ടായിട്ടുള്ള ദുരന്തം കൂടി പരിശോധിക്കണം. ശ്രീ സഖാവ് പി പി ദിവ്യ ഇത്തരത്തിലൊരു യാത്രയപ്പ് യോഗത്തിൽ പങ്കെടുത്തതും അവർ പറഞ്ഞ വിഷംപുരണ്ട വാക്കുകളും ഒരുപക്ഷെ ശ്രീ നവീൻ ബാബുവിനെ വേദനിപ്പിച്ചിരിക്കും. അതുകൊണ്ടാണല്ലോ ആത്മഹത്യാ പ്രേരണയ്ക്ക് ഇമ്മീഡിയറ്റ് കോസ് ആയിട്ടുണ്ടോ ആ വാക്കുകൾ എന്നുള്ളതിനെ സംബന്ധിച്ചാണ് പോലീസ് അന്വേഷിച്ചത്. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സമഗ്രമായി പരിശോധിച്ചെന്നേ. അവിടെ സംസ്ഥാന പോലീസ് നൽകിയ ഒരു അഫിഡവിറ്റിന്റെ ബലത്തിൽ മാത്രമല്ല അങ്ങനെ സംഭവിച്ചില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാ കേസുകളിലും
ഈ ഹൈക്കോടതിക്ക് മുമ്പാകെ വരുന്ന മുഴുവൻ CBI അന്വേഷണം ആവശ്യപ്പെട്ട് വരുന്ന കേസുകളിലും സത്യവാങ്മൂലം കൊടുക്കാറുണ്ട്. ആ സത്യവാങ്മൂലത്തിലും സംസ്ഥാന പോലീസ് ആവശ്യപ്പെടാറുള്ളത് ഞങ്ങൾ അന്വേഷിക്കും, ഞങ്ങളുടെ അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നത് എന്ന അർത്ഥത്തിലാണ്. പക്ഷേ അവിടെ ലഭിക്കുന്ന കേസ് ഡയറി, ആ കേസ് ഡയറി എന്ന് പറയുന്നത് വളരെ കൃത്യമായി പരിശോധിച്ച് സമഗ്രമായി സസൂക്ഷ്മ നിരീക്ഷണം നടത്തിയിട്ടാണ് പരിണിത പ്രജ്ഞനായിട്ടുള്ള ഒരു ജഡ്ജി ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ആ നിയമവ്യവസ്ഥയോട് സഹകരിക്കാത്ത ഇല്ല. ആ സാഹചര്യത്തിൽ ഇങ്ങനെ പല സാഹചര്യങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മറ്റൊരു തെളിവുകളില്ലായ്മയില്ല, CCTV ദൃശ്യങ്ങളടക്കമുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരു ഏജൻസിയുടെ അന്വേഷണം ആവശ്യമില്ല എന്ന് നിലവിലുള്ള അന്വേഷണ ഏജൻസി പറയുമ്പോൾ കോടതി ആ വിശ്വാസ്യത മുഖവിലക്കെടുക്കും. ശരിയാണ്. പക്ഷേ ഇതിപ്പോ അന്വേഷണം നടന്നോ, CBIക്ക് വിട്ടോ ഇല്ലയോ എന്നുള്ളത് അവരുടെ ഒരു വലിയ പ്രശ്നമാണ്. എന്നാൽ പോലും അതല്ല, അവർക്ക് അവിശ്വാസം ഉണ്ടാകുന്നു ഈ വ്യവസ്ഥിതിയെ എന്നുള്ളതാണ്. ഞാൻ ആദ്യം മുതൽ പറയുന്നു, ഏത് വ്യവസ്ഥിതിയെ ഒറ്റയ്ക്കാക്കില്ല, അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കും, ഒപ്പം ഉണ്ടാകും എന്ന് നിരന്തരം ഉറപ്പു നൽകിയ ഈ വ്യവസ്ഥിതിക്കെതിരെയാണ് 10-13 കാര്യങ്ങൾ അവർ അക്കമിട്ട് എഴുതിയിരിക്കുന്നത്. ഇതൊക്കെ നാച്ചുറൽ ജസ്റ്റിസിനെതിരെയാണ് എന്നുള്ള ബോധ്യം അവർക്കുണ്ട്. മാധു, നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, അങ്ങാടി തോറ്റാൽ അമ്മയുടെ നെഞ്ചെത്തുന്നു. സ്വാഭാവികമായും ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ആ കേസിൻ്റെ സമഗ്രമായ അന്വേഷണം നടത്തി കേരള പോലീസ് ഒരു റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിൽ ഞങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല. ഞങ്ങൾ പറയുന്നത് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെയും ആ അന്വേഷണ സംഘത്തിൻ്റെയും നീതിബോധത്തിൻ്റെയും നിയമത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്, അവർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങളും തെളിവുകളുടെയും കൂടി അടിസ്ഥാനത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻ്റാണ്. ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ കറപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനത്തിന് വഴങ്ങിയിട്ടാണ് അദ്ദേഹം അത്തരത്തിലൊരു റിപ്പോർട്ട് കൊടുത്തത് എന്ന ആരോപണം പോലും നിലവിലില്ല. മറിച്ച് അവർ ആവശ്യപ്പെടുന്ന തരത്തിൽ ഇപ്പോൾ പ്രതിയുടെ ഫോൺ കോൾ ഡീറ്റെയിൽ റെക്കോർഡ്സ് എടുത്തിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു ആരോപണം. പ്രതിയുടെ കോൾ ഡീറ്റെയിൽസ് റെക്കോർഡ്സ് ഒക്കെ വളരെ കൃത്യമായിട്ട് ഈ അന്വേഷണ സംഘം അന്വേഷിച്ചിട്ടുണ്ട്, ആരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അത് ഏതു കേസിലും ഇമ്മീഡിയറ്റ് ആയിട്ട് സൈബർ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വളരെ ഏറ്റവും എളുപ്പത്തിൽ ലഭിക്കുന്ന കാര്യമാണ്. അത് പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്നില്ല, അറിയുന്ന ഫോൺ നമ്പർ വെച്ചിട്ട് വളരെ കൃത്യമായിട്ട് അത് കണ്ടെത്താൻ പോലീസിന് കഴിയും. ആ സംവിധാനത്തിലാണ് നമ്മൾ ഇന്ന് കേരള പോലീസ് നിൽക്കുന്നത്. അതുകൊണ്ട് ആ ഡീറ്റെയിൽസ് എല്ലാം കളയും. ഇപ്പൊ കളക്ടറുടെ ഫോൺ നമ്പർ പരിശോധിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു ആരോപണം. അങ്ങനല്ല, അല്ല ഒരു നിമിഷം ഞാനൊന്ന് പറഞ്ഞു. കളക്ടറുടെ ഫോൺ എടുത്തില്ല, ശ്രീ അരുൺ വിജയന്റെ ഫോൺ എടുത്തില്ല. നമ്മൾ ഭരണഘടനാപരമായി റൈറ്റ് ടു പ്രൈവസി ഉണ്ട്. കാണുന്ന വഴിയിൽ പോകുന്ന ആളുകളുടെ എല്ലാം ടെലിഫോൺ ചോർത്തുക അല്ലെങ്കിൽ ആ വിവരങ്ങൾ ശേഖരിക്കുക എന്നത് താങ്കൾ എന്താ പറയുന്നത്? ഈ കേസിനെ ഒരു മനുഷ്യനെ ആത്മഹത്യയിലേക്ക് നയിച്ചതിന്റെ ജില്ലാ കലക്ടറും ഇതിനകത്ത് പ്രതിയാണ്. ആ ജില്ലാ കലക്ടറുടെയും ദിവ്യയുടെയും ഫോൺ പരിശോധിക്കണമെന്ന് കോടതിക്കകത്ത് ഇവരുടെ അഭിഭാഷകൻ പറഞ്ഞു. സർക്കാർ അഭിഭാഷകൻ പറഞ്ഞു ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടോ? ഹസ്കർ മറുപടി പറയൂ. അങ്ങനെയല്ല, പോരല്ലോ ഹസ്കർ, ഞാൻ ചോദിക്കട്ടെ, ഇതുപോലെ വിട്ടിട്ട് സംസാരിക്കരുത്, വൈറ്റ് വാഷ് ചെയ്യാൻ ശ്രമിക്കരുത്. ഹസ്കർ എനിക്ക് പറയണം. ശരി, ശ്രീ ബീനസ്കൽ, ഞാൻ വരാം. ഞാൻ അതിന് മറുപടി പറയാമേ. വളരെ ചുരുക്കം 2 വരിയിൽ പറയണം. പെട്ടെന്ന് പറയൂ. അങ്ങനെ പറയുന്നത് കുറച്ച് ബാലിശമാണെങ്കിലും പെട്ടെന്ന് പറയും. എനിക്ക് പറയണം. അതായത് ഒരു കോൾ ഡീറ്റെയിൽ റെക്കോർഡ്സ് ലഭിക്കുക എന്നുള്ളതിന് ഫോണിന്റെ ആവശ്യമില്ല. നമ്മുടെ സിം കാർഡിൽ നിന്ന് എവിടെയൊക്കെ ഏതൊക്കെ ഫോൺ പോയിട്ടുണ്ടോ ഇൻകമിങ് ഔട്ട് ഗോയിങ് കോളും കോൾ ഡീറ്റെയിൽ റെക്കോർഡ്സിൽ വരും. 1. 2, നമ്മുടെ വാട്സാപ്പോ മറ്റേതെങ്കിലും ആപ്പ് വഴിയാണോ ഇത്തരത്തിൽ ആരെങ്കിലും കുറ്റകൃത്യത്തിൽ ശരി അതിനകത്തൊക്കെ പ്രശ്നമുള്ള ഈ വഴിയെ പോകുന്ന 2 ആളുകൾ എന്നുള്ളതല്ല, ഈ പരിപാടി തുടങ്ങി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കളക്ടറും PP ദിവ്യയും തമ്മിൽ ആശയവിനിമയം നടന്നിട്ടുണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഫോൺ പിടിച്ചു വാങ്ങേണ്ടതില്ല എന്നൊക്കെ പറയുമ്പോൾ
ഈ എലത്തൂർ തീവെപ്പ് കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ കണ്ണൂർ റിപ്പോർട്ടറുടെ ഫോൺ എത്ര ദിവസമാണ് പോലീസ് കോൾ റെക്കോർഡ് അന്നും ഞാൻ പോലീസിന് 100 കേസുകൾ പറഞ്ഞുതരാം. സാങ്കേതിക സഹായങ്ങൾ വെച്ച് തന്നെ ഈ കോൾ ഡീറ്റെയിൽസ് എടുക്കാൻ കഴിയുമായിരിക്കും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അവനവന്റെ പാർട്ടിയിൽ നിൽക്കണം, അല്ലെങ്കിൽ അവനവന്റെ അധികാര ചേരിയിൽ നിൽക്കണം. അപ്പോൾ വേണ്ട, അപ്പോൾ സാങ്കേതിക ഇതൊക്കെ നേട്ടങ്ങളൊക്കെ ഉണ്ട്, അതനുസരിച്ച് നമുക്ക് കോൾ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാൻ പറ്റും. അല്ലാത്തവൻ്റെതാണ് എങ്കിൽ, പ്രതി ചേർക്കാൻ ഉറപ്പിച്ചവൻ്റെതാണ് എങ്കിൽ, അധികാരമില്ലാത്തവൻ്റെതാണെങ്കിൽ ഫോൺ പോലീസിന്റെ പെട്ടിയിലിരിക്കും എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഒരു മിനിറ്റ്, ഞാൻ എല്ലാവരിലേക്ക് വരാം. ഇടവേള. ശ്രീ വി രാജേഷ്, അല്ല, ഹസ്കർ പറഞ്ഞ് നിർത്തിയിടത്ത് തന്നെ തുടങ്ങാം. വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങ് പറഞ്ഞു വഴിയെ പോകുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ച് പിടിക്കാൻ പറ്റില്ല. കണ്ണൂർ റോഡേ നടന്നുകൊണ്ട് ഒരാളുടെ ഫോൺ വാങ്ങിക്കാൻ ഞങ്ങൾ പറഞ്ഞില്ല. ഈ കേസിൽ പ്രതിയായിട്ടുള്ള അങ്ങ് ആത്മഹത്യയല്ല, ഇത് കൊലപാതകമാണ്. പൊതുസമൂഹത്തിന്റെ കണ്ണിൽ ഇത് കൊലപാതകമാണ്. അപ്പോൾ മധുരം പുരട്ടിയ കൊലപാതകം. ആ കേസിൽ പ്രതിയായിട്ടുള്ള ദിവ്യയുടെ ഫോൺ ഫോറൻസിക്കിൽ പരിശോധിച്ചാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അങ്ങ് പറയുകയാണ് പേപ്പറിൽ പ്രിന്റ് ചെയ്ത ലിസ്റ്റ് കണ്ടാൽ മതി, സിം കാർഡ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടെലിഫോൺ ഫോറൻസിക് പരിശോധന നടത്തണം എന്നുള്ള സംഭവം തന്നെ നമുക്ക് അവസാനിപ്പിക്കാം. ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. ഈ പരിപാടി തുടങ്ങിയ വിവരം കളക്ടർ അറിയിച്ചിട്ടുണ്ടോ? ദിവ്യയുടെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ ജില്ലാ കളക്ടറുടെ ഫോണിലേക്ക് സംശയാസ്പദമായ കോളുകൾ വന്നിട്ടുണ്ടെങ്കിൽ കളക്ടറുടെ ഫോൺ പരിശോധിക്കണം. IAS കിട്ടിയെന്ന് പറഞ്ഞിട്ട് കൊമ്പൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ IAS കിട്ടിയ എല്ലാവരും നാളെ കൂടി ഇറങ്ങി ആൾക്കാരെ കൊല്ലാൻ തുടങ്ങി കഴിഞ്ഞാൽ IAS ഉണ്ട്, അതുകൊണ്ട് അദ്ദേഹം പവിത്രമാണ്, അദ്ദേഹത്തിന് അർച്ചന നടത്തേണ്ട ആളാണ്, അദ്ദേഹം അവിടെ ഇരിക്കട്ടെ, അദ്ദേഹത്തോട് ചോദ്യം ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെയൊന്നുമല്ല ഹസ്കറെ ലോകത്ത് കാര്യങ്ങൾ നടക്കുന്നത്. ദിവ്യയുടെ ഫോൺ പരിശോധിക്കണമായിരുന്നു. താങ്കൾ ചോദിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥൻ അഴിമതിക്കാരനാണോ? ഞാൻ പറയുന്നു അഴിമതിക്കാരൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം പണം വാങ്ങിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയാം. പക്ഷേ സ്വജനപക്ഷപാതം അഴിമതിക്ക് തുല്യമാണ്. അത് അഴിമതിയാണ്. ഗവൺമെന്റിന് വേണ്ടി അദ്ദേഹത്തിന്റെ മേലധികാരികളായ ഗവൺമെന്റിലെ നയിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ പറയുന്നതനുസരിച്ച് കേസിനെ അട്ടിമറിക്കുന്നത് അഴിമതി തന്നെയാണ്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. ഹസ്കർ പറഞ്ഞല്ലോ, ഏതൊരു കുറ്റകൃത്യത്തിലും വാദി സ്റ്റേറ്റ് ആണ്. ഞാൻ സമ്മതിക്കുന്നു, ഏതൊരു കുറ്റകൃത്യത്തിലും കംപ്ലൈനന്റ് സ്റ്റേറ്റ് ആണ്. കംപ്ലൈനന്റ് സ്റ്റേറ്റ് ആകുമ്പോൾ കേരള സംസ്ഥാന സർക്കാരിന് രണ്ട് ഉത്തരവാദിത്തമാണുള്ളത്. ഒന്ന്, നവീൻ ബാബു എന്ന് പറയുന്ന വർഷങ്ങളായി യാതൊരു ചീത്തപ്പേരും ഉണ്ടാക്കാത്ത ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥനാണ് ഇതിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ മരണപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും നീതി സംരക്ഷിക്കേണ്ട ബാധ്യത കൂടി സംസ്ഥാന സർക്കാരിന് വരുന്നു. ഇവിടെ ഒരൊറ്റ കാര്യമാണ്, ഭരിക്കുന്ന പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടി, ആ പാർട്ടിയുടെ നേതാക്കന്മാരുടെ ഇംഗിതത്തിന്, അത് പെട്രോൾ പമ്പ് ആയിക്കോട്ടെ, മണ്ണെണ്ണ പമ്പ് ആയിക്കോട്ടെ, ഗ്യാസ് ഏജൻസി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അവരുടെ ഇംഗിതത്തിന് നിൽക്കാത്ത ഉദ്യോഗസ്ഥന്മാരെ വകവരുത്തും. അവർ ആത്മഹത്യ ചെയ്താൽ പോലും ചോദിക്കാനും പറയാനും ആരും ഉണ്ടാകില്ല എന്നൊരു സന്ദേശം സത്യസന്ധരായ CPM-നെ വകവയ്ക്കാതെ നടക്കുന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുകയാണ്. ശരി, പറയട്ടെ, ഈ പ്രശാന്തന്റെ സാമ്പത്തിക സ്രോതസ് അടക്കം അന്വേഷിക്കണം എന്ന ആവശ്യം കൂടി ഉണ്ടായിരുന്നു, അതും ഉണ്ടായിട്ടില്ല എന്ന് കൂടി ഞാൻ ചോദിക്കട്ടെ. ഇപ്പോ നേരത്തെ മാധ്യമപ്രവർത്തകർക്ക് സംശയാസ്പദമായ ഒരു കോൾ വന്ന അവരെ പിടിച്ചോണ്ടിരുന്ന കാര്യം പറഞ്ഞല്ലോ പ്രശാന്തൻ. അല്ല, അതിലൊരു ക്ലാരിറ്റി വരുന്നുണ്ട്. എന്താണെന്നറിയാമോ, ഈ എലത്തൂര് തീവെപ്പ് കേസിൽ പ്രതിയായ ആളെ കൊണ്ടുവരികയാണ്, അവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. ആ വിവരം മാതൃഭൂമി ന്യൂസ് അറിയുകയും വഴിയിൽ നിന്ന് സുരക്ഷാ ക്രമീകരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായ ദൃശ്യങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നു. ഈ വഴി ആരാണ് പറഞ്ഞു കൊടുത്തതെന്ന് അറിയാനാ, ക്രിമിനൽ കേസിലല്ല, പോലീസിനകത്ത് ചോർന്നോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഫോൺ പിടിച്ചത്. IPS ഓഫീസർ ആ വാർത്ത പറഞ്ഞു കൊടുത്ത IPS ഓഫീസർക്ക് പണി കൊടുക്കാനുള്ള ആവേശത്തിലാണ് അത് ചെയ്ത്. ആർക്കാണ് പണി കിട്ടിയെന്ന് നമുക്ക് അറിയാമല്ലോ. പ്രതിയുമല്ല എന്നിട്ടാണ് മാധ്യമപ്രവർത്തകനാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ വരെ ഒരു IPS ഓഫീസർക്ക് ഗവൺമെന്റിനെതിരെ ഒരു വാർത്ത കൊടുത്തു എന്ന് ആരോപിച്ചുകൊണ്ട് പണി കൊടുക്കാൻ വേണ്ടി നിങ്ങൾ അത് ചെയ്തു. ഞാൻ ഇവിടെ ഈ പ്രശാന്തന് പറയുന്ന പ്രശാന്തന്റെ സാമ്പത്തിക സ്രോതസ് അന്വേഷിച്ചിട്ടുണ്ടോ? പ്രശാന്തനും ദിവ്യയുടെ കുടുംബവുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിച്ചിട്ടുണ്ടോ? ഇതൊന്നും ചെയ്തില്ല. ദിവ്യയെയും പ്രശാന്തനെയും രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ഒരു സർക്കാർ നടത്തിയ ഒരു ഗൂഢാലോചന, അതിലൂടെ പാർട്ടി നേതാക്കന്മാരെ അനുസരിക്കാത്ത ഉദ്യോഗസ്ഥന്മാർ കൊടുത്ത ഒരു സന്ദേശം വെളിവായിരിക്കുന്നത്. ഓക്കെ, ശ്രീ റിജിൽ മാക്കുറ്റി, ഇപ്പോൾ നേരത്തെ ശ്രീ BN ഹസ്കർ പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാകില്ല എന്ന്. ഇവിടെ മരിച്ചുപോയത് ശ്രീ നവീൻ ബാബുവാണ്, പരാതി കൊടുത്തിരിക്കുന്നത് നവീൻ ബാബുവിന്റെ കുടുംബമാണ്. അവരുടെ പരാതിയിൽ പെടുന്ന കാര്യങ്ങളല്ലേ അന്വേഷിക്കേണ്ടത്, അതല്ലേ എഴുതി വെക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടിയാണ് ഈ അന്വേഷണം? ശ്രീമതി മാധു, ഇത് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ അന്വേഷണം VP ദിവ്യയെ
പിന്നെ മഹത്വവൽക്കരിക്കാനും അവരെ കുറ്റവിമുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള അന്വേഷണമാണ് നടന്നത്. ഈ അന്വേഷണത്തിൻ്റെ തുടക്കം മുതൽ ഇപ്പോൾ കണ്ണൂർ ടൗൺ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ അതിനുശേഷം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറഞ്ഞ ടീമിനെ ഉണ്ടാക്കിയതിന് ശേഷം അതിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ ഈ വളരെ കൃത്യമായി മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി ഏറെ ബന്ധമുള്ളവരുമാണ്. അവരാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. തീർച്ചയായിട്ടും ആ അന്വേഷണം അട്ടിമറിക്കപ്പെടും. പി ദിവ്യയെ രക്ഷിക്കുമെന്ന് സംബന്ധിച്ച് കണ്ണൂരിലെ CPM-നെ അറിയുന്ന, കേരളത്തിൽ CPM-നെ അറിയുന്ന ആർക്കും അറിയാത്തത്? അതുകൊണ്ട് അതല്ലേ വസ്തുതാപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ആ കുടുംബം കൊടുത്ത പരാതിക്കകത്ത് കൃത്യമായ വസ്തുത പുറത്തു വന്നിട്ടില്ല. ADM ഇവർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറയുന്ന ഈ ടീം അന്വേഷിച്ചത് വളരെ കൃത്യമായി ഇതിൻ്റെ ഉപരിതലത്തിൽ മാത്രമാണ്. ഇതുമായി ബന്ധപ്പെട്ട ഫോൺ രേഖകൾ, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ, ഇവിടുത്തെ ഫോൺ രേഖകളാണ്. പി ദിവ്യയും കലക്ടറും ഇതിനകത്ത് സംസാരിച്ചിട്ടുണ്ടോ? അവർ ഈ പരിപാടിക്ക് സ്വമേധയാ കയറി വന്നതാണോ, അല്ലാതെ കലക്ടർ ഇൻഫർമേഷൻ കൊടുത്തിട്ടാണോ, ആര് കൊടുത്തിട്ടാണ് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു കൃത്യമായ ക്ലാരിറ്റി ഇതുവരെ വന്നിട്ടുണ്ടോ? ശ്രീ ഹസ്കർ പറഞ്ഞു പിന്നെ അങ്ങനെ ഫോൺ പരിശോധിക്കാൻ പാടില്ല. അങ്ങനെ പരിശോധിക്കാൻ പാടില്ല എന്തടിസ്ഥാനത്തിലാണ്? പ്രതി ആരാണ്? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അത് കൂട്ടുന്നവർ ജില്ലാ കളക്ടറാണ്. അവരുടെ ഫോൺ പരിശോധിക്കണമെന്ന് അവിടെ കോടതിയിൽ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട് വാദം നടക്കുമ്പോൾ പറഞ്ഞപ്പോൾ സർക്കാർ അഭിഭാഷകൻ അത് പാടില്ല എന്ന് പറയാൻ കാരണം എന്താ? അപ്പൊ ആരുടെ കൂടിയവര്? അപ്പൊ കള്ളം കപ്പലിലല്ലേ? ആ കള്ളം കപ്പലിലായതുകൊണ്ടല്ലേ ഈ കള്ളനെ രക്ഷിക്കണ്ടിട്ടല്ലേ ഈ നിലപാടെടുത്തത്? മാത്രമല്ലല്ലോ ഈ പറയുന്ന പ്രശാന്തൻ എന്ന് പറയുന്ന ഈ പരാതിക്കാരൻ അയാളുടെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് അന്വേഷിച്ചോ? പരിയാരം മെഡിക്കൽ കോളേജിലെ ഒരു ഇലക്ട്രിക് നകത്ത് ജോലി ചെയ്യുന്ന ഒരു ഇലക്ട്രീഷ്യനായി ജോലി ചെയ്യുന്ന ഈ പ്രശാന്തിന് എങ്ങനെയാണ് ഇത്ര ലക്ഷങ്ങൾ മുടക്കി ഒരു പെട്രോൾ പമ്പ് തുടങ്ങാൻ പറ്റുക? എങ്ങനെയാ പറ്റുക? അവിടെ ജോലി ചെയ്യുന്ന പ്രശാന്തിന്റെ കൂടെ ജോലി ചെയ്യുന്ന ആരാണ്? പി ദിവ്യയുടെ ഭർത്താവാണ്. ആ പി ദിവ്യയുടെ ഭർത്താവിനാണ് ഈ ഞാൻ പറഞ്ഞ കമ്പനി കാർട്ടൺ ഇന്ത്യ അലയൻസ് കമ്പനിയുടെ ബന്ധപ്പെട്ട് അതിനകത്ത് ഡയറക്ടറാണ്. അപ്പൊ ഈ ആരോപണങ്ങളിൽ ബിനാമി ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് അപകീർത്തികരമായ പരാമർശം നടത്തുന്നു എന്ന് പറഞ്ഞ പി ദിവ്യ നിയമ നടപടിക്ക് പോകുന്നുണ്ടായിരുന്നല്ലോ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ അടക്കം. അതെ, അതെവിടെ എത്തി? ഞാൻ ചോദിക്കുന്നു. അതിന് വളരെ വ്യക്തമായ ഒരു കാര്യമുണ്ട്. ഇത് കൃത്യമായി പരാതി ഞങ്ങൾ കൊടുത്തപ്പോൾ അതിനകത്ത് ക്ലാരിറ്റി ഉണ്ട്, ഇതിനകത്ത് നിയമപരമായ സാധ്യതയുള്ളതാണ്, ഇതിനകത്ത് വസ്തുതയുണ്ടെന്ന് അന്വേഷിച്ച അന്നത്തെ വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത അദ്ദേഹം കൃത്യമായി അന്വേഷിക്കാനുള്ള നിലപാട് സ്വീകരിച്ചു. അങ്ങനെ അന്വേഷിക്കാനുള്ള തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകുമ്പോഴാണ് അദ്ദേഹത്തെ മാറ്റിയത്. മാത്രമല്ല അദ്ദേഹത്തിന് DGP പദവിയിലേക്ക് എല്ലാ യോഗ്യത ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ഡൽഹിയിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ ചീഫിനെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ DGP ആക്കിയത് എന്തിനാണ്? ദേവദാസ് ചന്ദ്രശേഖരെ കൊണ്ടുവന്നതിനാണ്. അപ്പൊ ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർ ഇവർക്ക് അനുകൂലമായി നിൽക്കാതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും മാസങ്ങൾ ഈ ഫയൽ കൈവശം വെച്ചു എന്ന് പറഞ്ഞിട്ടായിരുന്നല്ലോ ആരോപണം. അതിൽ നേരത്തെ പറഞ്ഞതുപോലെ പിന്നീട് റവന്യൂ വകുപ്പ് അന്വേഷണം നടത്തിയപ്പോഴൊക്കെ ADM-ന്റെ കൈവശം ഇതിരുന്നത് 6 പ്രവൃത്തി ദിവസം മാത്രമാണ് എന്നുള്ളതാണ്. നമ്മളൊക്കെ ഒരു സാധാരണ ഒരു സർക്കാർ ഓഫീസിൽ പോയി ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ 1 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ എന്തായി എന്തെങ്കിലും അന്വേഷിക്കുക. സർക്കാർ രീതിയല്ലേ എന്ന നിലയ്ക്ക് ആണ് അതിനെ വിചാരിക്കുക. പക്ഷേ 6 ദിവസത്തിനിടയ്ക്ക് 3 തവണ അന്വേഷിക്കുക, അത് നൽകാത്തതിന്റെ പേരിൽ എന്തായി എന്ന് വീണ്ടും ചോദിക്കുക, അത് നൽകാത്തതിന്റെ പേരിൽ പിന്നീട് നൽകി കഴിഞ്ഞിട്ടും ആ കാലതാമസം വന്നതിന്റെ പേരിൽ മാത്രം ഈ യാത്രയപ്പ് ചടങ്ങിൽ വന്ന് ഇത്രയും രൂക്ഷ വിമർശനം ഉന്നയിക്കുക, ഇമാതിരി വൈരാഗ്യത്തിന് കാരണം എന്തായിരുന്നു? അതാണ് അന്വേഷിക്കപ്പെടേണ്ടത്. നമുക്ക് ജോയിൻറ്റ് കമ്മീഷണർ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഇതിനകത്ത് കാലതാമസം ഉണ്ടായിട്ടില്ല എന്ന്. ഈ കളക്ടർ പറഞ്ഞത് കള്ളമല്ല. കളക്ടർ എന്താ പറഞ്ഞാൽ അന്ന് വൈകിട്ട് വിളിച്ചു പറഞ്ഞു മന്ത്രിയോടെന്നാണ്. മന്ത്രി പറഞ്ഞതപ്പോൾ ഇദ്ദേഹത്തിന് മരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഞാൻ അറിയുന്നത് പിറ്റേ ദിവസം നിയമസഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണെന്നാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു ഈ കളക്ടർ മൊഴി മാറ്റി പറയുകയാണെന്ന് വളരെ വ്യക്തമായി ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി പറഞ്ഞില്ലേ? ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ എൻക്വയറിയിൽ കണ്ടില്ലേ കാലതാമസം ഉണ്ടായിട്ടില്ലാന്ന്? കാലതാമസം ഉണ്ടാക്കിയെങ്കിലല്ലേ കൈക്കൂലി വാങ്ങാൻ പറ്റൂ. ഒരു കാലതാമസം ഉണ്ടാവാത്ത കേസിൽ കൈക്കൂലി വാങ്ങാനോട് ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഇവർക്കെന്തോ മുൻധാരണകളുണ്ട്, മുൻ ഉദ്ദേശങ്ങളുണ്ട്. ഇതല്ലാതെ മറ്റെന്തോ വൈരാഗ്യമുണ്ടെന്ന് ചിന്തിച്ചാൽ സംശയിക്കുന്നത് എങ്ങനെ? ആ പോസ്റ്റ്മോർട്ടം സ്ക്രീനിങ്ങിനെ പറ്റി അന്വേഷിച്ചോ? ആ ഡോക്ടർമാരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എങ്ങനെ പെട്ടെന്നൊരു ഉത്തരവുണ്ടായത് ആത്മഹത്യ ആണെന്ന്, സൂയിസൈഡ് ആണ്, ഡെത്ത് ഡ്യൂ ഹാങ്ങിങ് എന്ന് എഴുതി വെച്ചത് എങ്ങനെയാണ്? ഒരൊറ്റ ഇന്റേണൽ ഓർഗൻസിന് അയച്ചോ കെമിക്കൽ അനാലിസിന്? അങ്ങനെ ആരെങ്കിലും കേട്ടുകേൾവിയുണ്ടോ? വളരെ അപൂർവം മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ലേ അത്? മരണപ്പെട്ട വ്യക്തിയുടെ ഇന്റേണൽ ഓർഗൻസ് ഒന്നും കെമിക്കൽ അനാലിസിസ് ലാബിലേക്ക് അയക്കാതെ വളരെ പെട്ടെന്ന് ഇത് തൂങ്ങി മരിച്ചതാണെന്ന് റിപ്പോർട്ട് എഴുതി വെക്കാൻ മരണപ്പെട്ട സാധാരണ വ്യക്തിയാണെങ്കിലും ചെയ്യാൻ പാടില്ല. ഇത്ര ഉയർന്ന ഉന്നത ഉദ്യോഗസ്ഥൻ മരിക്കുമ്പോൾ അങ്ങനെയാണോ ചെയ്യേണ്ടത്? എവിടെയായിരുന്നു ബ്ലഡ് കോട്ടിങ്? പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് എവിടെയായിരുന്നു? ലോവർ ലിംസിലല്ലായിരുന്നല്ലോ, ബാക്ക് ഓഫ് ദി ട്രങ്ക് ആയിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ നട്ടലോട് ചേർന്നായിരുന്നു.
ഇപ്പോൾ തൂങ്ങി നിന്നതിനെക്കാട്ടി കൂടുതൽ സമയം നിലത്ത് കിടത്തിയിരുന്നു മരിച്ചതിന് ശേഷം. ശരി, ഇത്തരം ആരോപണങ്ങൾ, അതായത് ഈ മരണവുമായി ബന്ധപ്പെട്ട് തന്നെ അല്ല, മരണത്തിന് പിന്നീട് ശേഷമുണ്ടായ നടപടികളിലെല്ലാം ബന്ധുക്കൾക്ക് കൃത്യമായ ആരോപണങ്ങളുണ്ട്. അത് ഇത്രയും മാസങ്ങൾ കഴിഞ്ഞ അന്വേഷണത്തിന്റെ പുരോഗതിയിലടക്കം കുറ്റപത്രത്തിലടക്കം ആ പരാതികളുടെ ഒരു വലിയ പട്ടിക തുടരുകയാണ്. എങ്ങനെയാണ് നമ്മുടെ മുന്നിൽ നടന്ന ഒരു കാര്യത്തിൽ ഇത്രയധികം അട്ടിമറികൾ ഉണ്ടാകുന്നത് എന്ന് ചോദിക്കുകയാണ് ADMന്റെ കുടുംബം ഇപ്പോഴും. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.